മലയാള ഫെലോഷിപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന 7ാമത് വാർഷിക കൺവെൻഷൻ്റെ 2ാമത്തെ അധ്യാപന ദൈവജനമായി വീണ്ടും നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ ഇന്നലെ അവസരം ലഭിച്ചതിൽ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കഥാലൂർ പ്രദാസൻ ഭാഷ വർഗീസ് സഹോദരൻ, കഥാലൂർ പ്രദാസൻ ഭാഷ ഫിലിപ്പോ സഹോദരൻ, മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന സഹോദരങ്ങൾ, കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കഥാവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കും. കഴിഞ്ഞ രാത്രിയിൽ നാം ചിന്തിച്ച ആ വിഷയത്തിൻ്റെ ശേഷഭാഗത്തിലേക്ക് നാം കടക്കുന്നു. കഴിഞ്ഞ രാത്രി നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നാം എടുത്ത വാക്യം 92-ാം സങ്കീർത്തനം 4-5 വാക്യങ്ങളാണ്. ആ 2 വാക്യങ്ങളിൽ യഹോവയുടെ പ്രവൃത്തികളുടെ 3 പ്രത്യേകതകൾ ആ 2 വാക്യങ്ങൾ നാം കാണും. ഒന്ന്, യഹോവയുടെ പ്രവൃത്തി നമ്മെ സന്തോഷിപ്പിക്കുന്നു. 2, യഹോവയുടെ കൈകളുടെ പ്രവൃത്തി ഘോഷിച്ചുല്ലസിക്കുവാൻ പര്യാപ്തമാണ്. 3, യഹോവയുടെ പ്രവൃത്തി വലിയവയാണ്. ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, പിശാചിന്റെ പ്രവൃത്തി നമ്മെ വേദനിപ്പിക്കുന്നു, നമ്മെ കരയിപ്പിക്കുന്നു, നമ്മെ ദുഃഖിപ്പിക്കുന്നു. എന്നാൽ യഹോവയുടെ പ്രവൃത്തികൾ നമ്മെ സന്തോഷിപ്പിക്കുന്നു. ദുഷ്ടന്റെ പ്രവൃത്തി, പിശാചിന്റെ പ്രവൃത്തി നമ്മുടെ തല കുനിയിപ്പിക്കുന്നു, നമ്മെ ലജ്ജിപ്പിക്കുന്നു. എന്നാൽ യഹോവയുടെ കരത്തിന്റെ പ്രവൃത്തി ഘോഷിച്ചുല്ലസിക്കുവാൻ മതിയായിരിക്കാം. 3, യഹോവയുടെ പ്രവൃത്തികളെല്ലാം അവന്റെ വലിമയ്ക്കൊത്തവണ്ണമുള്ള വലിയ പ്രവൃത്തികളാണ് യഹോവ നമുക്ക് വേണ്ടി ചെയ്യുന്നത്. ഈ 2 വാക്യങ്ങളിൽ നിന്നായി 3 ചിന്തകൾ നമ്മൾ കണ്ടെത്തി. ഒന്ന്, യഹോവയ്ക്ക് പ്രവർത്തിപ്പാൻ ഒരു കരമുണ്ട്. ആ വാക്യത്തിൽ തന്നെയുണ്ട്, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യഹോവയുടെ കരം. 2, യഹോവയ്ക്ക് പ്രവർത്തിപ്പാൻ ഒരു സമയമുണ്ട്. 3, യഹോവയ്ക്ക് പ്രവർത്തിപ്പാൻ ഒരു വഴിയുണ്ട്. ദൈവത്തിന് പ്രവർത്തിപ്പാൻ ഒരു കരമുണ്ട്. ദൈവത്തിന് പ്രവർത്തിപ്പാൻ ദൈവത്തിൻ്റെതായ സമയമുണ്ട്. ദൈവത്തിന് പ്രവർത്തിപ്പാൻ ദൈവത്തിൻ്റെതായ വഴികളുമുണ്ട്. ഇത് ദൈവത്തിന്റെ കരത്തെ പറ്റിയാണ് നമ്മളെ ചിന്തിച്ച് മുമ്പോട്ട് വന്നത്. വേറെ പുസ്തകത്തിൽ യഹോവയുടെ കരത്തെ പറ്റി കൂടുതൽ എഴുതിയിരിക്കുന്ന ബൈബിളിലെ 1ാമത്തെ പുസ്തകം പുറപ്പാട് പുസ്തകമാണ്. പുറപ്പാട് പുസ്തകത്തിൽ കാണുന്ന ദൈവത്തിന്റെ കരം ഇസ്രായേൽ മക്കളെ വീണ്ടെടുക്കുവാൻ വെളിപ്പെട്ടതായ ദൈവത്തിന്റെ കരമാണ്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ ആ കരം കണ്ടു. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ നമ്മൾ ആ കരം കണ്ടു. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ ആ വിടിവിക്കുന്ന കരം നാം കണ്ടു. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 6-ാം വാക്യത്തിൽ ശത്രുവിനെ തകർത്ത യഹോവയുടെ കരം നാം കണ്ടു. അവിടെ എല്ലാം കണ്ട യഹോവയുടെ കരത്തിന്റെ പ്രത്യേകത ഇസ്രായേൽ മക്കളെ വീണ്ടെടുക്കുവാൻ വെളിപ്പെട്ടതായ ദൈവത്തിന്റെ കരം. ഇങ്ങനൊരു കരം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ടതാണ്. പിശാചിന്റെ അടിമത്തത്തിൽ കടന്ന എനിക്കും നിങ്ങൾക്കും സ്വാതന്ത്ര്യം ലഭിക്കാൻ സംഗതി വന്നത്. യഹോവയുടെ കരത്തെ പറ്റി പിന്നെ നാം ധാരാളം കാണുന്ന അടുത്ത പുസ്തകം യെസ്രായുടെ പുസ്തകമാണ്. യെസ്രായുടെ പുസ്തകത്തിൽ കാണുന്ന യഹോവയുടെ കരം പിന്മാറ്റം മൂലം ബാബേൽ പ്രവാസത്തിലായ തന്റെ ജനത്തെ മടക്കിക്കൊണ്ടുവരുവാൻ, യെരൂശലേമിൽ മടക്കിക്കൊണ്ടുവരുവാൻ, അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ വെളിപ്പെട്ടതായ ദൈവത്തിന്റെ കരമാണ്. യെസ്രായുടെ പുസ്തകത്തിൽ നിന്ന് 6 വാക്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ടു കഴിഞ്ഞ രാത്രി. ഈ 6 വാക്യങ്ങളിൽ യഹോവയുടെ കരത്തോട് ചേർന്ന ഒരു വിശേഷണ പദം നാം വായിച്ചു കേട്ടത് ദൈവത്തിന്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായി വെളിപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ കൈ. യെസ്രായുടെ പുസ്തകം 7-ാം അധ്യായം 6-ാം വാക്യത്തിൽ ആ കൈ കണ്ടു. 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ ആ കൈ കണ്ടു. 7-ാം അധ്യായം 28-ാം വാക്യത്തിൽ ആ കരം കാണും. 8-ാം അധ്യായം 18-ാം വാക്യത്തിലുണ്ട്. 8-ാം അധ്യായം 21-ാം വാക്യത്തിലുണ്ട്. 8-ാം അധ്യായം 32-ാം വാക്യത്തിലുണ്ട്. ഇവിടെ എല്ലാം കണ്ട ദൈവത്തിന്റെ കൈ അനുകൂലമായി വെളിപ്പെട്ടു വരുന്ന ദൈവത്തിന്റെ കൈ. അതിനകത്തൊരു ചിത്രം നമുക്കുണ്ട്. ദൈവത്തിന്റെ കൈ നമുക്ക് അനുകൂലമെങ്കിൽ ലോകത്തിന്റെ മുഴുവൻ കരങ്ങളും നമുക്ക് പ്രതികൂലമായി വെളിപ്പെട്ടാലും നമുക്ക് ഭയപ്പെടാനൊന്നുമില്ല. നേരെ മറിച്ച് ദൈവത്തിന്റെ കൈ പ്രതികൂലം, ലോകത്തിന്റെ കരം മുഴുവനും അനുകൂലമെങ്കിൽ
നാം നിർഭാഗ്യവാന്മാരാണ്. എന്നാൽ ഇവിടെ നിൽക്കുന്ന ദൈവമക്കളാകുന്ന നമ്മുടെ ധൈര്യം ദൈവത്തിന്റെ കൈ നമുക്ക് അനുകൂലമാണ്. ലോകത്തിന്റെ കൈ മുഴുവൻ പ്രതികൂലമായാലും നമുക്ക് ധൈര്യത്തോടെ വിളിച്ചു പറയാം, യഹോവ എനിക്ക് തുണ, അതുകൊണ്ട് ഞാൻ പേടിക്കയില്ല എന്ന ധൈര്യത്തോടെ നമുക്ക് പറയുവാൻ കഴിയും. ദൈവത്തിന്റെ കരത്തെ പറ്റി പിന്നെ നാം ധാരാളം കാണുന്ന മറ്റൊരു പുസ്തകം സങ്കീർത്തന പുസ്തകമാണ്. സങ്കീർത്തന പുസ്തകത്തിൽ യഹോവയുടെ കരത്തെ പറ്റി ധാരാളം പരാമർശങ്ങളുണ്ട്. ഏത് വാക്യമെടുത്ത് വിശകലനം ചെയ്താലും സങ്കീർത്തന പുസ്തകത്തിൽ കാണുന്ന ദൈവത്തിന്റെ കൈയുടെ പ്രത്യേകത ശത്രുവിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ കൈ. 17-ാം സങ്കീർത്തനം 7-ാം വാക്യം, നമ്മെ പകയ്ക്കുന്നവരുടെ കയ്യിൽ നിന്ന് യഹോവയുടെ വലം കൈ നമ്മെ രക്ഷിക്കുന്നു. ശത്രുവിന്റെ കൈ അകപ്പെടാതെ, അവന്റെ കെണിയിൽ അകപ്പെടാതെ, അവന്റെ വലയിൽ അകപ്പെടാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ സൂക്ഷിക്കുന്നത് ദൈവത്തിന്റെ ഈ വലം കൈയാണ്. 21-ാം സങ്കീർത്തനം 8-ാം വാക്യം, നമ്മുടെ സകല ശത്രുക്കളെയും കണ്ടുപിടിക്കുന്ന ദൈവത്തിന്റെ വലം കൈ. നാം ശത്രുവിനെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല, നമ്മുടെ ശത്രുവിനെ കണ്ടുപിടിക്കുന്ന ദൈവത്തിന്റെ വലം കൈയാണ്. 10-ാം സങ്കീർത്തനം 15-ാം വാക്യം, ദുഷ്ടന്റെ ഭുജത്തെ ഒടിച്ചു കളയുന്ന ദൈവത്തിന്റെ ഭുജമാണ്. നമ്മുടെ ശത്രുവിനെ കണ്ടുപിടിക്കുക മാത്രമല്ല, അവന്റെ ഭുജത്തെ ഒടിച്ചു കളയുന്ന ദൈവത്തിന്റെ ഭുജം. 118-ാം സങ്കീർത്തനം 16-ാം വാക്യം, നമുക്ക് വേണ്ടി ഉയർന്നു നിൽക്കുന്ന ദൈവത്തിന്റെ വലം കൈ. യഹോവയുടെ വലം കൈ ഉയർന്നിരിക്കുന്നു, യഹോവയുടെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു. തന്റെ ജനത്തിന് വേണ്ടി ഈ കരം എവിടെല്ലാം ഉയർന്നിട്ടുണ്ടോ, വിടുതൽ നടക്കാതെ, വീര്യപ്രവൃത്തി നടക്കാതെ ഈ കരം ഒരിക്കലും താഴുകയില്ല. ഉപവസിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ആത്മതപനം ചെയ്യുന്ന തന്റെ ജനത്തിന് വേണ്ടി ഉയരുന്ന യഹോവയുടെ കരം. സങ്കീർത്തനത്തിൽ കാണുന്ന ദൈവത്തിന്റെ കരം ശത്രുവിനോടുള്ള ബന്ധത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ദൈവത്തിന്റെ കരം. തുടർന്ന് നാം ഇന്നലെ കണ്ടു യെഹെസ്കേൽ പ്രവചനത്തിൽ, തുടർന്ന് യഹോവയുടെ കരത്തെ പറ്റി ധാരാളം കാണുന്ന മറ്റൊരു പുസ്തകമാണ് യെഹെസ്കേൽ പ്രവചനം. യെഹെസ്കേൽ പ്രവചനത്തിൽ കാണുന്ന ദൈവത്തിന്റെ കരം യെഹെസ്കേൽ എന്ന വ്യക്തിക്ക് വേണ്ടി മാത്രം വെളിപ്പെട്ടു വന്നതായ ദൈവത്തിന്റെ കരമാണ്. നാം പുറപ്പാട് പുസ്തകത്തിൽ കണ്ട ദൈവത്തിന്റെ കരം ഒരു സമൂഹത്തിന് വേണ്ടി വെളിപ്പെട്ടതാണ്. യെശയ്യായുടെ പുസ്തകത്തിൽ കണ്ട ദൈവത്തിന്റെ കരവും ഒരു സമൂഹത്തിന് വേണ്ടി വെളിപ്പെട്ടതാണ്. സങ്കീർത്തന പുസ്തകത്തിൽ കണ്ട ദൈവത്തിന്റെ കരവും ഒരു സമൂഹത്തിന് വേണ്ടി പൊതു പ്രസ്താവനയായിട്ടാണ് ആ കരത്തെ നമ്മൾ കാണുന്നത്. എന്നാൽ യെഹെസ്കേൽ പ്രവചനത്തിൽ കാണുന്ന ദൈവത്തിന്റെ കരം യെഹെസ്കേലിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്ന ദൈവത്തിന്റെ കരം. 7 പ്രാവശ്യമാണ് ദൈവത്തിന്റെ കരം യെഹെസ്കേലിന് വെളിപ്പെട്ടു വന്നത്. 1-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളിൽ ബാബേൽ പ്രവാസത്തിൽ കെബാർ നദിയുടെ തീരത്ത് ആയിരങ്ങൾ ഇരിക്കുമ്പോൾ ആ പ്രവാസികളുടെ മധ്യത്തിൽ ഇരിക്കുന്ന ബൂസിയുടെ മകനായ യെഹെസ്കേലിന് വേണ്ടി മാത്രം ദൈവത്തിന്റെ കൈ വെളിപ്പെട്ടു വന്നു. എന്തിന് വെളിപ്പെട്ടു വന്നു എന്ന 1-ാം അധ്യായം ഒടുവിലത്തെ വാക്യത്തിൽ 28-ാം വാക്യത്തിലുണ്ട്. യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത കാണിക്കുക. ഇങ്ങനെയായിരുന്നു യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത എന്ന് പറഞ്ഞാണ് 1-ാം അധ്യായം അവസാനിക്കുന്നത്. 1-ാം അധ്യായത്തിൽ യഹോവയുടെ കരം പ്രവാചകന് വെളിപ്പെട്ടു വന്നപ്പോൾ യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഭക്തൻ കണ്ടു. 2-ാമത് യെഹെസ്കേലിന് വേണ്ടി യഹോവയുടെ കൈ വെളിപ്പെട്ടു വന്നത് 2-ാം അധ്യായം 8, 9 വാക്യങ്ങളിൽ, ഒരു കരം എന്റെ മേൽ നീട്ടിയിരിക്കുന്നതും അതിലൊരു പുസ്തക ചുരുൾ ഇരിക്കുന്നതും ഞാൻ കണ്ടു. ഈ പുസ്തക ചുരുൾ പ്രവാചകന് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഉദരം നിറച്ച ഈ പുസ്തകം ഭക്ഷിക്കണം. അങ്ങനെയെങ്കിൽ 2-ാമത് യഹോവയുടെ കരം യെഹെസ്കേലിന് വെളിപ്പെട്ടു വന്നത് പുസ്തക ചുരുൾ കൊടുക്കുവാൻ, ദൈവവചനം കൊടുക്കുവാൻ. ആ ദൈവവചനം അവൻ ഉദരം നിറച്ചു ഭക്ഷിച്ചു. ഭക്ഷിക്കുവാൻ കൊള്ളാവുന്ന ഏക പുസ്തകം നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവവചനമാണ്. യിരെമ്യാ പ്രവചനം 15-ാം അധ്യായം 16-ാം വാക്യം, ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. യേശുവിന്റെ അടുക്കൽ പരീക്ഷകൻ വന്നപ്പോൾ പരീക്ഷകനോട് യേശു പറഞ്ഞത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, യഹോവയുടെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്നും എഴുതിയിരിക്കുന്നു. ദൈവവചനം ഭക്ഷിക്കുവാൻ കൊള്ളാവുന്ന അപ്പമാണ്.
അപ്പോൾ ഈ പുസ്തകം ചുരുക്കി കൊടുക്കുവാൻ പ്രവാചകന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ യഹോവയുടെ കരം വെളിപ്പെട്ടു. മൂന്നാമത് യഹോവയുടെ കരം വെളിപ്പെട്ടു വന്നത് 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ വ്യസനത്തോടും മനസ്സിന്റെ ഉഷ്ണത്തോടും കൂടി ഭക്തൻ കടന്നു പോകുമ്പോൾ അവനെ ബലപ്പെടുത്തുവാൻ യഹോവയുടെ കരം ശക്തിയോടെ വെളിപ്പെട്ടു വന്നു. മഹത്വത്തിന്റെ പ്രത്യക്ഷത കണ്ട ഭക്തൻ, പുസ്തക ചുരുൾ വാങ്ങി ഭക്ഷിച്ച ഭക്തൻ ഇപ്പോൾ കടന്നു പോകുന്നത് വ്യസനത്തോടും മനസ്സിന്റെ ഉഷ്ണത്തോടും. യേശുക്രിസ്തുവിനെ രക്ഷകനായി കണ്ടുമുട്ടി എന്ന് വെച്ച, സ്നാനപ്പെട്ടു എന്ന് വെച്ച, അഭിഷേകം പ്രാപിച്ചു എന്ന് വെച്ച, വിശുദ്ധ ജീവിതം നയിക്കുന്നു എന്ന് വെച്ച വ്യസനം ഒഴിഞ്ഞ് ജീവിക്കാമെന്നോ മനസ്സിന് ഉഷ്ണമില്ലാതെ ജീവിക്കാമെന്നോ വ്യാമോഹിക്കുന്നവരല്ല ദൈവമക്കളാകുന്ന ഞാനും നിങ്ങളും. നമ്മുടെ ജീവിതത്തിലും വ്യസനങ്ങളും മനസ്സിന്റെ ഉഷ്ണങ്ങളും ഉണ്ട്. അവിടെ ബലപ്പെടുത്തുവാൻ വെളിപ്പെട്ടു വരുന്ന യഹോവയുടെ ഭുജം. ഈ ഭുജം ഒന്നല്ല 1000 വട്ടം ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും കണ്ടിട്ടുള്ളവരാണ്. ഇന്ന് രാത്രിയിലും വ്യസനത്തോടെ ആലയത്തിൽ വന്ന ദൈവവചനം കേൾക്കാൻ വന്ന ദൈവമക്കളെ ബലപ്പെടുത്തുവാൻ വെളിപ്പെട്ടു വരുന്ന യഹോവയുടെ കരമുണ്ട്. മൂന്നാമത് യെഹെസ്കേലിന്റെ ജീവിതത്തിൽ യഹോവയുടെ കരം വെളിപ്പെട്ടു വന്നത് 8-ാം അധ്യായം 1-ാം വാക്യത്തിലാണ്. അവൻ വീട്ടിൽ ഇസ്രായേൽ മൂപ്പന്മാരുടെ മധ്യേ ഇരിക്കുമ്പോൾ യഹോവയുടെ കൈ വെളിപ്പെട്ടു വന്നു. എന്നിട്ട് ആ കൈ ചെയ്തത് 3-ാം വാക്യത്തിലുണ്ട്. അവന്റെ തലമുടിക്ക് പിടിച്ച് ഉയർത്തി. ആകാശത്തിനും ഭൂമിക്കും മധ്യേ തലമുടിയിൽ തൂങ്ങിക്കിടക്കുന്ന ഭക്തൻ ആലയത്തിന്റെ അകം കണ്ടു. ആലയത്തിൽ നടക്കുന്ന മ്ലേച്ഛത കണ്ടു. അതിന് ഭക്തന് കൊടുക്കേണ്ടി വന്ന വില വലിയതായിരുന്നു. ആലയത്തിന്റെ അകം കാണിക്കുവാൻ ഭക്തന്റെ ജീവിതത്തിൽ യഹോവയുടെ കൈ വന്നു. 5-ാമത് യഹോവയുടെ കൈ വന്നത് 33-ാം അധ്യായം 22-ാം വാക്യത്തിൽ യഹോവയുടെ കൈ അവന്റെ മേൽ വന്നപ്പോൾ അവന്റെ നാവ് യഹോവ തുറന്നു. അവൻ മുഖം നോക്കാതെ പ്രവചിക്കുവാനായി തുടങ്ങി. ന്യായവിധി പ്രസംഗിക്കുവാൻ ദൈവത്തിന്റെ കൈ ശക്തിയോടെ പ്രവാചകന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വന്നു. 6-ാമത് യഹോവയുടെ കൈ വെളിപ്പെട്ടു വന്നത് 37-ാം അധ്യായം 1-ാം വാക്യത്തിലാണ്. ദൈവത്തിന്റെ കൈ പ്രവാചകന്റെ ജീവിതത്തിൽ വന്നു. ആ കൈ അവനെ ഒരു താഴ്വരയിലേക്ക് കൊണ്ടുപോയി. അസ്ഥികളെ കൊണ്ട് നിറഞ്ഞ താഴ്വര. ആ അസ്ഥികൾ ഏറ്റവും ഉണങ്ങിക്കിടക്കുന്നു. പ്രവാചകനോട് ദൈവം ചോദിക്കുന്നു, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ബുദ്ധി കൊണ്ട് പറഞ്ഞാൽ ജീവിക്കുകയില്ല എന്ന് വേണം പറയുവാൻ. പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികൾ. എന്നാൽ പ്രവാചകൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കൊടുത്ത മറുപടി, യഹോവയായ കർത്താവേ, നീ അറിയുന്നു. അപ്പോൾ ദൈവം അവനോട് പറഞ്ഞു, ഈ അസ്ഥികളോട് പ്രവചിക്കാമോ? അവൻ അസ്ഥികളോട് പ്രവചിച്ചപ്പോൾ അസ്ഥിയോട് ചേർന്നു. ഞരമ്പ് വന്നു, മാംസം വന്നു, തൊക്ക് പിടിച്ചു, എന്നാൽ ജീവനില്ലായി. ദൈവം പ്രവാചകനോട് പറഞ്ഞു, ഇവ ജീവിച്ചെഴുന്നേൽക്കുവാൻ കാറ്റിനോട് പ്രവചിക്കാൻ പറഞ്ഞു. കാറ്റിനോട് പ്രവചിച്ചപ്പോൾ ഭൂമിയുടെ 4 ദിക്കിൽ നിന്നും കാറ്റ് ആ നിഴൽപ്പാടിനെ അടിച്ചു. അവർ ഒരു സൈന്യമായിട്ട് എഴുന്നേറ്റു. എന്നിട്ട് ആത്മീയ ദൂതം കർത്താവ് കൊടുക്കുന്നു 11-ാം വാക്യത്തിൽ, ഞങ്ങളുടെ അസ്ഥികൾ ഏറ്റവും ഉണങ്ങി, ഞങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വന്നു എന്ന് നിങ്ങൾ പറയുന്നു. അപ്പോൾ ഈ ഉണങ്ങിയ അസ്ഥികൾ ഭംഗം വന്ന പ്രത്യാശാ വിഷയങ്ങളാണ്. പ്രതീക്ഷിച്ച വിഷയങ്ങൾക്ക് വിടുതൽ ലഭിക്കാതെ നിരാശയോടെ ഇസ്രായേലിന് കഴിഞ്ഞുകൂടിയാണ്. എന്നിട്ട് ദൈവം പറയുന്നു 13-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളുടെ ശവക്കുഴി തുറന്ന ഞാൻ നിങ്ങളെ പുറത്തെടുക്കും. വിഷയങ്ങൾക്ക് വിടുതലില്ല എന്ന് പറയുന്ന വിഷയങ്ങൾ ഞാൻ ഉയർപ്പിക്കും, ഞാൻ മടക്കി കൊണ്ടുവരും. ഇന്ന് രാത്രിയിലും ദൈവാത്മാവ് അതേ ആലോചന ഇവിടെ ആവർത്തിക്കുന്നു. ഭംഗം വന്ന പ്രത്യാശ, ഇനി ഈ വിഷയത്തിന് വിടുതലില്ല എന്ന് പറയുന്ന വിഷയങ്ങൾക്ക് വിടുതൽ തരുവാൻ കഴിയുന്ന ദൈവകൃപ നമ്മുടെ മധ്യേ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. 7-ാമത് ഒടുവിലായി യഹോവയുടെ കൈ ഭക്തന് വന്നത് 40-ാം അധ്യായം 1-ാം വാക്യത്തിലാണ്. യഹോവയുടെ കൈ യെഹെസ്കേലിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ ആ കൈ അവനെ ഏറ്റവും ഉയർന്ന ഒരു പർവ്വതത്തിൽ കൊണ്ട് നിർത്തി. ഏറ്റവും ഉണങ്ങിയ അസ്ഥികളെ കൊണ്ട് നിറഞ്ഞ താഴ്വരയിൽ നിന്ന ഭക്തൻ ഇവിടെ ഇപ്പോൾ 7-ാമത് നിൽക്കുന്നത് ഏറ്റവും ഉയർന്ന പർവ്വതം. ഒരു താഴ്വര കൊണ്ട് നമ്മുടെ ചരിത്രം അവസാനിക്കുകയല്ല. ഒരു പർവ്വതം കൊണ്ട് മാത്രമേ ഒരു ഭക്തന്റെ ചരിത്രം അവസാനിക്കത്തുള്ളൂ. വേദനകളുടെ താഴ്വരകൾ, ശോധനയുടെ താഴ്വരകൾ ദൈവത്തിലെ നീ കണ്ടു കഴിഞ്ഞാൽ ഇതിനപ്പുറത്തൊരു പർവ്വതമുണ്ട്. ഒരു താഴ്വര കഴിഞ്ഞാൽ ഒരു പർവ്വതം ഉണ്ടെന്നുള്ളത് ഇന്നും അന്യത്വമാണ്.
നോഹയും കുടുംബവും പെട്ടകത്തിൽ പ്രവേശിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം ആ പെട്ടകത്തിന്റെ വാതിലടച്ചു. 40 ദിവസം മഴ പെയ്തു. 150 ദിവസം വെള്ളം പൊങ്ങി. 1 വർഷവും 10 ദിവസവുമാണ് നോഹയും കുടുംബവും ആ പെട്ടകത്തിൽ കഴിഞ്ഞുകൂടിയത്. 375 ദിവസങ്ങൾ നോഹയുടെ പെട്ടകത്തിലെ വാസം ബുദ്ധിമുട്ടിക്കുന്ന അനുഭവമാണ്. കാട്ടുമൃഗങ്ങളെല്ലാം പെട്ടകത്തിനകത്തുണ്ട്. പെട്ടകത്തിനകത്തായത് കൊണ്ട് മാത്രം ഇവ ശാന്തമായി കഴിയും. ഒരു നാൾ ദൈവം നോഹയെ ഓർത്തു. ആ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിപ്പാൻ ദൈവം തീരുമാനിച്ചപ്പോൾ ദൈവം ചെയ്തത് ഒരു കാറ്റടിപ്പിച്ചു. ഈ കാറ്റ് ഭൂമിമേൽ ആഞ്ഞടിച്ച് നിൽക്കുമ്പോൾ ഭൂമിയിൽ കിടക്കുന്ന, വെള്ളത്തിൽ കിടക്കുന്ന നോഹയുടെ പെട്ടകം ഈ കാറ്റിൽ നിന്ന് ഒഴിഞ്ഞല്ല കിടക്കുന്നത്. നോഹയുടെ പെട്ടകത്തിനെതിരായും ഈ കാറ്റടിക്കുക. ദൈവം എന്തിനീ കാറ്റടിപ്പിച്ചു? നോഹയുടെ പെട്ടകം ഉലയുവാൻ ദൈവം എന്തിന് കാറ്റടിപ്പിച്ചു? ഇതിന്റെ പിന്നിൽ ഒരു ഉദ്ദേശം. നോഹയുടെ പെട്ടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കപ്പലിനോ ബോട്ടിനോ ഉള്ളതുപോലെ യന്ത്ര സംവിധാനങ്ങളൊന്നും നോഹയുടെ പെട്ടകത്തിലില്ല. വെള്ളം പോലെ സാധനമാണ് നോഹയുടെ പെട്ടകം. വെള്ളം ഇങ്ങനെ താണോണ്ടിരിക്കുക. താഴുന്ന വെള്ളത്തിനൊത്തവണ്ണം ഈ പെട്ടകം താണൊലിച്ചാൽ ഈ പെട്ടകം കടലിൽ പതിക്കും. ഈ പെട്ടകം കടലിൽ പതിച്ചാൽ പിന്നെ ഒരിക്കലും ഈ പെട്ടകം കര കാണത്തില്ല. ഇതിനെ കരയോട് അടുപ്പിക്കുവാൻ, നിയന്ത്രിച്ചു കൊണ്ടുവരുവാൻ യന്ത്ര സംവിധാനങ്ങൾ ഈ പെട്ടകത്തിൽ. ഇതിനെ വലിച്ച് കരയോട് അടുപ്പിക്കുവാൻ ഭൂപരപ്പിൽ ഒരൊറ്റ മാനവജാതിയുമില്ല. അതുകൊണ്ട് താഴുന്ന വെള്ളത്തിനൊത്തവണ്ണം ഈ പെട്ടകം താണൊലിച്ചു പോകാതിരിപ്പാൻ സ്വർഗത്തിലെ ദൈവം കാറ്റടിപ്പിച്ച് ആ പെട്ടകത്തെ കരിയോട് അടുപ്പിക്കുകയായിരുന്നു എന്ന് അന്ന് നോഹയ്ക്ക് മനസ്സിലായി. ആദ്യം വെളിപ്പെട്ടു വന്ന അരാരാത്ത് പർവ്വതത്തിൽ ദൈവം കാറ്റടിപ്പിച്ച ഈ പെട്ടകത്തെ കൊണ്ട് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ ആ ഭക്തനും കുടുംബവും പെട്ടകത്തിന് പുറത്തിറങ്ങി അങ്ങനെ കടൽ കണ്ടപ്പോൾ നോഹയ്ക്ക് മനസ്സിലായി, എന്തുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ പെട്ടകത്തിൽ കാറ്റടിച്ചു. എന്റെ പെട്ടകത്തിൽ കാറ്റടിച്ചില്ലായിരുന്നു എങ്കിൽ എന്റെ പെട്ടകം കടലിൽ പതിച്ചു പോയത്. ദൈവമേ, നീ അടിച്ച കാറ്റുകൾക്കായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ ആ ഭക്തൻ ദൈവത്തെ സ്തുതിച്ചെങ്കിൽ ദൈവ പൈതലെ, നിന്റെ ജീവിത പടകിൽ ഈ നാടടിക്കുന്ന കാറ്റുകൾ എന്തിനാണ് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ ഈ കാഴ്ച നിന്നെ തകർക്കാനല്ല, നിന്റെ തലമുറകളെ തകർക്കാനല്ല, നിന്റെ ഒരു ഉയർന്ന പർവ്വതത്തെ കൊണ്ടടിപ്പിക്കാനാണല്ല കാലം തെളിയിക്കാൻ പോയി. ഈ നാടടിക്കുന്ന കാറ്റുകൾക്ക് ഉത്തരം കിട്ടാതിരിക്കുമ്പോൾ കാലത്തിന് മുന്നോട്ടുള്ള ഗമനത്തിൽ മാത്രമേ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന കാറ്റുകൾ നന്മയ്ക്ക് വേണ്ടി മാത്രമല്ല മനസ്സിലാക്കി ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് കഴിയും. യഹോവയുടെ പെട്ടകം 7 മാസം ഫെലിസ്ത്യ ദേശത്ത് അകപ്പെട്ടു. ഗത്തിൽ, എക്രോനിൽ, ദാവോന്റെ ക്ഷേത്രത്തിലൊക്കെയായി 7 മാസം ഈ പെട്ടകം ചുറ്റിയാണ്. അവർ തീരുമാനിച്ചു ഈ പെട്ടകം തിരിച്ച് ഇസ്രായേലിലേക്ക് അയക്കാം. പെട്ടക നിമിത്തം രോഗവും മരണഭയവും ഒക്കെ ഇവർക്കുണ്ടായി. ഇവർ പെട്ടകം തിരിച്ചയക്കുവാൻ ഒരു പുതിയ വണ്ടി ഉണ്ടാക്കി. കടവുള്ള 2 പശുക്കളെ വണ്ടിക്ക് കിട്ടി. കിടാക്കളെ വീട്ടിൽ അടച്ചു. യഹോവയുടെ പെട്ടകമെടുത്ത ഈ വണ്ടിയിൽ കയറ്റി വെച്ചു. ഈ പശുക്കൾ കരഞ്ഞും കൊണ്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ ബത്ശേമേശിലേക്കുള്ള പെരുവഴിയായി ഓടി. ഈ വണ്ടി ബത്ശേമേശിൽ എത്തിയപ്പോൾ അവിടുത്തെ ആ വണ്ടി ഈ പെട്ടകം ഈ വണ്ടിയിൽ നിന്ന് ഇറക്കി വെച്ചു. വണ്ടി തല്ലിക്കുകയും പശുക്കളെ യഹോവയ്ക്ക് യാഗം കഴിച്ചു. അടുത്ത് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: അവൻ ആ പെട്ടകം എടുത്ത കുന്നിന്മേലുള്ള അബീനാദാബിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. കേവലം അബീനാദാബിന്റെ വീടെന്നല്ല, തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് കുന്നിന്മേലുള്ള അബീനാദാബിന്റെ വീട്. 7 മാസത്തെ പോരാട്ടം കഴിഞ്ഞ് മടങ്ങി വന്ന പെട്ടകത്തിൽ ലഭിച്ച സ്ഥാനം ഒരു കുന്നിന്മോളാണ്. ഒരു ശോധന കഴിഞ്ഞാൽ
ഒരു പർവ്വതമുണ്ട്, ഒരു പോരാട്ടം കഴിഞ്ഞാൽ ഒരു കുന്നുണ്ടെന്നുള്ളത് ഇന്നും നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാണ്. ശോധനകളും പോരാട്ടങ്ങളും നമ്മെ തകർക്കുവാനല്ല, ഉയരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ. താഴ്വര കഴിഞ്ഞാൽ പർവ്വതം. നമ്മുടെ ഈ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ശ്രദ്ധിച്ചാൽ ഓരോ ദിവസം ദൈവം സൃഷ്ടിച്ച ശേഷം പറയുന്ന ഒരു പ്രസ്താവനയാണ്. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം. നല്ലത് എന്ന് ദൈവം കണ്ടു. സന്ധ്യയായി ഉഷസ്സുമായി 5-ാം ദിവസം. ഇങ്ങനെ ഓരോ ദിവസത്തെ സൃഷ്ടിപ്പിന്റെ സമാപനത്തിങ്കൽ സന്ധ്യയിങ്കൽ ദൈവം പറയുന്നു നല്ലത് നല്ലത് നല്ലത്. എന്നാൽ 2-ാം ദിവസത്തെ സൃഷ്ടിപ്പിനെ നോക്കി നല്ലത് എന്ന് ദൈവം പറയുന്നില്ല. 2-ാം ദിവസത്തെ സൃഷ്ടിപ്പിനെ നോക്കി 2-ാം ദിവസം ദൈവം സൃഷ്ടിച്ചത് ഒരു വിധാനം ഉണ്ടാക്കി. വിധാനത്തിന് മുകളിൽ വെള്ളം, വിധാനത്തിന് താഴെ വെള്ളം. ആ സൃഷ്ടിപ്പ് കഴിഞ്ഞപ്പോൾ നല്ലത് എന്ന് ദൈവം പറഞ്ഞില്ല. നല്ലത് എന്ന് പറയാഞ്ഞത് കൊണ്ട് ഏതോ ഒരാകായ്മ ആ 2-ാം ദിവസത്തെ സൃഷ്ടിപ്പിനർത്ഥം. കാരണം ബാക്കി 5 ദിവസങ്ങളും നല്ലത് നല്ലത് എന്ന് പറഞ്ഞ ദൈവം എന്തുകൊണ്ട് 2-ാം ദിവസത്തെ സൃഷ്ടിപ്പിനെ നോക്കി നല്ലതെന്ന് പറഞ്ഞില്ല? ഇതിന് പല കാരണങ്ങൾ വേദപഠിതാക്കന്മാർ ചൂണ്ടിക്കാട്ടാറുണ്ട്. ഒന്ന്, ആദിയിൽ തന്നെ അവസാനം കാണുന്ന ദൈവം വിധാനത്തിന് മുകളിൽ കെട്ടിവെച്ചിരിക്കുന്ന ഈ വെള്ളം നോഹയുടെ കാലത്ത് ഭൂമിയെ നശിപ്പിക്കുവാൻ ഭൂമിയിലേക്ക് തുറന്നു വിടും എന്ന് ദൈവത്തിന് അറിയാം. കേവലം മഴ കൊണ്ട് മാത്രമല്ല ഭൂമി നശിച്ചത്. 3 പ്രസ്താവനകളാണ് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൽ പ്രളയത്തോട് ബന്ധത്തിൽ വായിക്കുന്നത്. 1, അവൻ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്നു. 2, ആഴിയുടെ ഉറവകൾ തുറന്നു. 3, മഴ പെയ്തു. ഈ 3 കാരണങ്ങളാലാണ് ജലപ്രളയം സംഭവിച്ചത്. ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നപ്പോൾ സൃഷ്ടിപ്പിന്റെ 2-ാം ദിവസം ദൈവം കെട്ടിവെച്ച ഈ വെള്ളമാണ് താഴോട്ട് ഒഴുകുന്നത്. അപ്പോൾ അത് നല്ലതല്ല. 2ാമത്തെ കാരണം, ഇന്ന് പിശാചിന്റെ അധിവാസ കേന്ദ്രം സ്വലോക മണ്ഡലമാണ്, ആകാശമണ്ഡലമാണ്. അതുകൊണ്ട് ആ 2ാം ദിവസത്തെ സൃഷ്ടിപ്പും നല്ലതല്ല. 6 ദിവസത്തെ സൃഷ്ടിപ്പ് കഴിയും. 6-ാം ദിവസം സന്ധ്യയ്ക്ക്, 7-ാം ദിവസം ശബത്താണ്, സ്വസ്ഥതയാണ്. ആ 7-ാം ദിവസത്തേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് ദൈവം നിന്നുകൊണ്ട് പറയുന്ന പ്രസ്താവന ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ഒടുവിലത്തെ വാക്യമാണ്. താൻ സൃഷ്ടിച്ചതിനെ ഒക്കെയും ദൈവം നോക്കി, അത് എത്രയും നല്ലതാ എന്ന് ദൈവം കണ്ടു. 6-ാം ദിവസം സന്ധ്യാസമയം തിരിഞ്ഞു നോക്കി. 1-ാം ദിവസം മുതൽ 6-ാം ദിവസം വരെയുള്ള തന്റെ സൃഷ്ടിപ്പിനെ മുഴുവനും നോക്കിയിട്ട് ദൈവം ഇപ്പോൾ പറയുന്ന പ്രസ്താവന നല്ലതെന്നല്ല, എത്രയും നല്ലതെന്ന് കണ്ടു. ഇതിനകത്തൊരു ആത്മീയ സന്ദേശം ദൈവമക്കളാകുന്ന നമുക്കുണ്ട്. 6 മനുഷ്യന്റെ സംഖ്യയാണ്. ഈ നമ്മുടെ മനുഷ്യായുസിൽ നല്ലതെന്ന് തോന്നിക്കുന്ന അനേകം ദിവസങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ തന്നെ നല്ലതല്ലാത്ത 2-ാം ദിവസങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. നല്ലതാണോ തീയതാണോ നമുക്ക് ഉത്തരം മുട്ടിപ്പോകുന്ന 2-ാം ദിവസത്തിന്റെ അനുഭവങ്ങൾ, ലോകം വിധി പറയുന്ന 2-ാം ദിവസങ്ങൾ. എന്നാൽ നാം നമ്മുടെ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ്, നമ്മുടെ ശവത്തിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് അവിടെ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയും, ദൈവം എനിക്ക് വേണ്ടി ചെയ്തതല്ല എത്രയും നല്ലതല്ല. അന്ന് മാത്രമേ നമുക്ക് പറഞ്ഞ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയൂ. ജീവിതത്തിൽ സംഭവിക്കുന്ന തിക്തമായ അനുഭവങ്ങൾ, വേദനയുടെ അനുഭവങ്ങൾ, ഒഴിമുട്ടിപ്പോകുന്ന ചോദ്യങ്ങൾ, ഉത്തരം കിട്ടാത്ത അനുഭവങ്ങൾ ദൈവത്തിലെ നിനക്കുണ്ടെങ്കിലും ഇവിടം കൊണ്ട് ഉത്തരം കണ്ടെത്തിയാൽ, ചിന്തിച്ചാൽ ഉത്തരം കണ്ടെത്തുകയില്ല. 6 ദിവസവും കഴിയണം. നാം നിത്യതയിൽ പ്രവേശിക്കുന്നതിന് തൊട്ടു മുമ്പ് ആ കവാടത്തിൽ നിന്നുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പറയാൻ കഴിയും, ദൈവം നമുക്ക് വേണ്ടി ചെയ്തതല്ല എത്രയും. 56 പുസ്തകങ്ങൾ അടങ്ങിയ ആ വിശുദ്ധ വേദ പുസ്തകത്തിൽ യഹോവയുടെ കരം, കൈ, ഭുജം എന്ന വാക്ക്
ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്ന പുസ്തകം യെശയ്യാ പ്രവചനമാണ്. ഇനി ഞാൻ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ചേക്കാം. യഹോവയുടെ കരത്തെ പറ്റി ബൈബിളിൽ ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്ന പുസ്തകം യെശയ്യാ പ്രവചനമാണ്. ഞാൻ ഏകദേശം 25-ലധികം വാക്യങ്ങളിൽ യഹോവയുടെ കരത്തെ പറ്റി യെശയ്യാ പ്രവചനത്തിൽ കണ്ടിട്ടുണ്ട്. അതിലേക്കെല്ലാം ഞാൻ കടക്കുന്നില്ല. ഈ 25-ലധികം സ്ഥലങ്ങളിൽ യഹോവയുടെ കരത്തെ പറ്റി നാം യെശയ്യാ പ്രവചനത്തിൽ വായിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിനെ യഹോവയുടെ ഭുജമായി യെശയ്യാ പ്രവാചകൻ ചിത്രീകരിച്ചിരിക്കുന്ന 5 സ്ഥലങ്ങളുണ്ട്. ഈ 5 ഭാഗങ്ങളാണ് ഇന്ന് രാത്രി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. 25-ലധികം വാക്യങ്ങളിൽ യഹോവയുടെ കരത്തെ പറ്റി ഭുജത്തെ പറ്റി യെശയ്യാ പ്രവചനത്തിൽ കാണുമ്പോൾ തന്നെ പ്രവാചകനായ യെശയ്യാ യേശുക്രിസ്തുവിനെ യഹോവയുടെ ഭുജമായി ചിത്രീകരിച്ചിരിക്കുന്ന 5 സ്ഥലങ്ങൾ യെശയ്യാ പ്രവചനത്തിലുണ്ട്. ഇനി വാക്യങ്ങൾ വായിച്ചു മുന്നോട്ട് പോകാം. യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തുവിനെ യഹോവയുടെ ഭുജമായി ചിത്രീകരിച്ചിരിക്കുന്ന 1-ാമത്തെ സ്ഥാനം 30-ാം അധ്യായം 30-ാം വാക്യം. 30-ാം അധ്യായം 30-ാം വാക്യം. യഹോവ തന്റെ മഹത്വമുള്ള മേഘനാഥം കേൾപ്പിക്കുകയും ഉഗ്രഹോഗത്തോടും ദഹിപ്പിക്കുന്ന അഗ്നിജ്വാലയോടും കൊടുങ്കാറ്റ്, മഴക്കോൾ, കന്മഴ എന്നിവയോടും കൂടെ തന്റെ ഭുജത്തിന്റെ അവതരണം കാണിച്ചു. ഈ 5 ഭുജത്തിന് നമുക്ക് തന്നെ പേര് കൊടുക്കാം. ഈ ഭുജത്തിനൊരു പേര് കൊടുക്കാനാണെങ്കിൽ അവതരിച്ച യഹോവയുടെ ഭുജം. ഇത് മറ്റാരുമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് മാനവജാതിയുടെ വീണ്ടെടുപ്പിന് വേണ്ടി സ്വർഗത്തിലെ സകല മഹിമകളെ വെടിഞ്ഞ ഈ താഴ്ലോകത്തിലേക്ക് ഇറങ്ങി വന്ന കന്യക മറിയാമിൽ അവതരിച്ച യഹോവയുടെ ഭുജം കർത്താവായ യേശുക്രിസ്തു. അവതരിച്ച യഹോവയുടെ ഭുജം കർത്താവ് അവതരിച്ചു എന്ന് പറഞ്ഞ കഴിഞ്ഞ മുമ്പത്തെ മാസം ക്രിസ്മസ് ലോകത്തിലെ ക്രിസ്ത്യാനികളെല്ലാം കൂടെ കൊണ്ടാണ്. ഇവിടെ എല്ലാവരും കേരളത്തിൽ നിന്ന് വന്നത്. ഓരോ ക്രിസ്മസ് കഴിയുമ്പോഴും മനോരമക്കാർ ക്രിസ്ത്യാനികൾ അല്ലെങ്കിൽ കേരളത്തിലുള്ളവർ എത്ര കോടി രൂപയുടെ മദ്യം കുടിച്ചെന്നുള്ള ഒരു റിപ്പോർട്ട് കൂടെ പറയുന്നത്. ക്രിസ്ത്യാനിയുടെ ദൈവം ജനിച്ചെന്ന് ക്രിസ്ത്യാനി കള്ളൂടിയോടെ കള്ളൂടി. ഇനി ക്രിസ്ത്യാനി ഏപ്രിൽ മാസം അവരുടെ ദൈവത്തെ ക്രൂശിക്കും, എന്നിട്ട് ഞായറാഴ്ച ഉയർപ്പിക്കും. അതിന്റെ പേരിൽ അടുത്ത കള്ളൂടി. ക്രിസ്ത്യാനിയുടെ ദൈവം ജനിച്ചു കള്ളൂടി, ക്രിസ്ത്യാനിയുടെ ദൈവം മരിച്ചു കള്ളൂടി. ഇതുപോലെ കള്ളൂടിക്കുന്ന ഏതെങ്കിലും ജാതി ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ക്രിസ്ത്യാനി പിന്നെ ക്രിസ്ത്യാനിക്ക് ഒരു വാക്യമുണ്ട്. കർത്താവ് കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കി അവിടെ ചലിച്ച 3 കുഴപ്പമില്ല. വേദപുസ്തകം പറയുന്നു മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കി. തെറ്റുപറ്റരുത്. അനുഭവത്തിൽ നിന്നല്ല, ദൈവം നമ്മളെ രക്ഷിച്ചു. ദൈവം നമ്മുടെ കണ്ണുകളെ തുറന്നു. അവതരിച്ച യഹോവയുടെ ഭുജം കർത്താവായ യേശുക്രിസ്തുവാണ്. ഞാൻ അവിടെ നിൽക്കുന്നില്ല. മറ്റൊരു വിഷയത്തിലേക്ക് വിശദമായി ഇന്ന് രാത്രി നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് പ്രവാചകനായ യെശയ്യാ യേശുക്രിസ്തുവിനെ യഹോവയുടെ ഭുജമായി ചിത്രീകരിച്ചിരിക്കുന്ന 2-ാമത്തെ സ്ഥലം 52-ാം അധ്യായം 10-ാം വാക്യം. 52-ാം അധ്യായം 10-ാമത്തെ വാക്യം. സകല ജാതികളും കാണുകെ യഹോവ തന്റെ വിശുദ്ധ ഭുജത്തെ നഗ്നമാക്കിയിരിക്കുന്നു. ഈ ഭുജത്തിനൊരു പേര് കൊടുക്കാനാണെങ്കിൽ നഗ്നമാക്കപ്പെട്ട യഹോവയുടെ വിശുദ്ധ ഭുജം. ഇത് മറ്റാരുമല്ല, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയാണ്. സകല ജാതികളും കാണെ യഹോവ തന്റെ വിശുദ്ധ ഭുജമായ ഓമനപുത്രനെ നഗ്നനാക്കി. എവിടെ വെച്ച് നഗ്നനാക്കി? കാൽവരി ക്രൂശിൽ വെച്ച്. ആ നഗ്നമാക്കപ്പെട്ട യഹോവയുടെ വിശുദ്ധ ഭുജത്തിന്റെ ചിത്രീകരണമാണ് അടുത്ത അധ്യായം മുഴുവൻ. 53-ാം അധ്യായം ശ്രദ്ധിച്ചാൽ നഗ്നമാക്കപ്പെട്ട യഹോവയുടെ വിശുദ്ധ ഭുജത്തെ നമ്മൾ കാണും. 53-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ കൂടി. ഞങ്ങൾ കേൾപ്പിച്ചത് ആ വിശ്വസിക്കുന്നു. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയ തൈ പോലെ. അതല്ല പിന്നെ നമ്മൾ വായിച്ചത്. അവൻ ഇതൊരു ആക്ഷരിക ഭുജമായിരുന്നു എങ്കിൽ അതേ എന്ന് വേണം പറയാൻ. യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ. അപ്പോൾ ഈ ഭുജം ഒരു വ്യക്തിയാണ്. ഏതാണ് ആ വ്യക്തി? താഴെ വായിക്കുന്നു, അവൻ ഇളയതായി പോലെയും വരണ്ട നിലത്തു നിന്ന് വേര് മുളയ്ക്കുന്നത് പോലെയും അവന്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണം
രൂപഗുണമില്ല, ഈ ഭുജത്തിന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കുന്ന സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവൻ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാം അവനെ ആദരിച്ചു. അവനെ കാണുന്നവൻ മുഖം കുനിച്ചു പോകത്തക്കവണ്ണം നിന്ദിതനായി യഹോവയുടെ വിശുദ്ധ ഭുജം കാൽവരി ക്രൂശിൽ കിടക്കി. എന്തുകൊണ്ട്? യഹോവയുടെ വിശുദ്ധ ഭുജമായ ഓമനപുത്രനെ ഈ നിലയിൽ നഗ്നനാക്കി. പാപത്താൽ എനിക്കും നിങ്ങൾക്ക് സംഭവിച്ച നഗ്നത മറയ്ക്കുവാൻ യഹോവ തന്റെ വിശുദ്ധ ഭുജത്തെ കാൽവരി ക്രൂശിൽ നഗ്നമാക്കി കളഞ്ഞു. കാൽവരി ക്രൂശ് എന്ന് പറഞ്ഞാൽ ആളും പേരും ചെല്ലാത്ത ഒരു മുട്ടക്കുന്നൊന്നുമല്ല. ഇതിന് മുമ്പിൽ ഒരു വഴിത്താരയോ ആളുകൾ സാധാ നടക്കുന്ന ഒരു വഴിയാണ്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 27-ാം അധ്യായം 39-ാം വാക്യം എങ്ങനെയാണ്? കടന്നു പോകുന്നവ തലകുലിക്ക് നന്നായി എന്ന് പറഞ്ഞു പോകുന്ന, കടന്നു പോകുന്ന ആൾക്കാർ സദാ യാത്ര ചെയ്യുന്ന ഒരു വഴിത്തലയ്ക്കലാണ് യേശുവിന്റെ ക്രൂശ് നാട്ടി. സകല ജാതികളും കാണെ യഹോവയുടെ വിശുദ്ധ ഭുജമായ ഓമനപുത്രനെ ക്രൂശിൽ നഗ്നനാക്കി. യേശു ക്രിസ്തുവിനെ യൂദ ചുംബിച്ച് പടജ്ജനത്തിന് കാണിച്ചു. പടജ്ജനം യേശുവിനെ കയ്യേറ്റു. അന്ന് പുലകാലെ 5 അരമനകളിലാണ് യേശുവിനെ വിസ്തരിച്ചത്. മഹാവിനോദനായ അന്നാവ് യേശുവിനെ വിസ്തരിച്ചു. അവന്റെ അമ്മായപ്പനായ കയ്യാഫാവ് യേശുവിനെ വിസ്തരിച്ചു. സൻഹദ്രീം സംഘം അവരുടെ സുപ്രീം കോടതിയാണ് യേശുവിനെ വിസ്തരിച്ചു. ഗലീലക്കാരനായ ഹെരോദ രാജാവ് യേശുവിനെ വിസ്തരിച്ചു. റോമൻ ഗവർണറായ പീലാത്തോസും യേശുവിനെ വിസ്തരിച്ചു. ഈ 5 അരമനകളിലാണ് ആ രാവിലെ സമയം യേശു വിസ്തരിക്കപ്പെട്ടത്. ഹന്നാവ്, കയ്യാഫാവ്, സൻഹദ്രീം സംഘം, ഹെരോദ രാജാവ്, പീലാത്തോസ്. പീലാത്തോസ് പലവട്ടം മാറിയും മറിഞ്ഞും വിസ്തരിച്ചു. പീലാത്തോസ് വിധി പറഞ്ഞു, ഇവനെ ഞാൻ യാതൊരു കുറ്റവും കാണുന്നില്ല. ജനം വിളിച്ചു പറഞ്ഞു, യേശുവിനെ ക്രൂശിക്കാൻ. പീലാത്തോസ് പറഞ്ഞു, പെരുന്നാൾ എടുക്കുമ്പോൾ തടവുകാരനെ വെറുതെ വിടും. നിങ്ങൾക്ക് ബറബാസിനെ വേണോ യേശുവിനെ വേണോ? ജനം പറഞ്ഞു, ബറബാസിനെ വെറുതെ വിട, യേശുവിനെ ക്രൂശിക്കാൻ. തന്റെ ഇംഗിതം സാധിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ പീലാത്തോസ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ഞാനവനെ അടുപ്പിച്ചിട്ട് വിട്ടയക്കാം. ജനത്തിന്റെ സമ്മതം നോക്കാതെ അകത്തുകൊണ്ടുപോയി ചാട്ടവാറ് കൊണ്ട് യേശുവിനെ അടിച്ചു. അവനെ കെട്ടഴിച്ചു. ആ അടിയിലാണ് അവന്റെ മുതുകിൽ നീണ്ട ഉഴച്ചാലുകൾ വീണത്. എന്റെ അസ്ഥികൾ എനിക്ക് എണ്ണാമെന്ന് പറയുമാറ് മാംസം പറഞ്ഞുപോയി അസ്ഥി വെളിപ്പെട്ടു. ആ വിദൂപനായ യേശുവിനെ കെട്ടഴിച്ച ജനത്തിന് മുമ്പിൽ കൊണ്ട് നിർത്തുമ്പോൾ ജനം പകച്ചു നോക്കുന്നു. ഇതോ അകത്തേ കൊണ്ടുപോയ കോമളരൂപിയായ യേശു. ഇതാണോ യേശു എന്ന് പകച്ചു നോക്കുമ്പോൾ പീലാത്തോസ് വിളിച്ചു പറഞ്ഞു, ബിഹോൾഡ് ദ മാൻ, ആ മനുഷ്യൻ ഇതാ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒട്ടും സംശയിക്കണ്ട, ഞാൻ അകത്തേ കൊണ്ടുപോയ അതേ മനുഷ്യനാണ് ഈ നിൽക്കുന്ന മനുഷ്യൻ. ഞാൻ ഇവനെ വെറുതെ വിട്ടു. ജനം പറഞ്ഞു, നീ ഇവനെ വെറുതെ വിട്ടാൽ നീ കൈസറുടെ സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ നിനക്കെതിരായി കൈസർക്ക് ഞങ്ങൾ മാസ് പെറ്റീഷൻ അയക്കും. നിന്റെ ഗവർണർ സ്ഥാനം നഷ്ടപ്പെട്ടു. സത്യം മനസ്സിലാക്കിയ പീലാത്തോസ് തന്റെ ഉദ്യോഗത്തിന് വേണ്ടി, ഇരിപ്പിടത്തിന് വേണ്ടി സത്യത്തെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു. പീലാത്തോസിന്റെ പിൽക്കാല ചരിത്ര പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ളത് നിങ്ങൾ വായിച്ചു കാണും. എഴുതിയിരിക്കുന്നത് എങ്ങനെയാ? യേശുവിനെ ക്രൂശിച്ചു. ഈ പീലാത്തോസ് ഒരു ദിവസം രാത്രി കടന്നുറങ്ങുമ്പോൾ പഴയ വിസ്താര കോടതി ദുസ്വപ്നമായി ഇവൻ കണ്ടു. ഇവൻ ചാടി എഴുന്നേറ്റു. ഇവന്റെ സുബോധം നഷ്ടപ്പെട്ടു. ഇവൻ ഭ്രാന്തനായി. ഇവൻ കൈ നോക്കിയിട്ട് പറയുന്നു, എന്റെ കയ്യിൽ രക്തം. വെള്ളത്തിൽ കഴുകി പിന്നെ കൈ നോക്കിയിട്ട് പറയുന്നു, എന്റെ കയ്യിൽ രക്തം. ഇവൻ വഴി കൂടെ ഇറങ്ങി ഓടി കാണുന്നവരോട് പറയുന്നു, എന്റെ കയ്യിൽ രക്തം. കാണുന്ന പുഴയിലും കുളത്തിലും എല്ലാ വെള്ളത്തിലും കൈ കഴുകിയച്ച് പിന്നെ പറയുന്നു, എന്റെ കയ്യിൽ രക്തം. ഇത് പറഞ്ഞു ഒരു തെരുവനായപ്പോൾ അവൻ ഓടി നടന്ന് തെരുവനാ ചത്തു വീഴുന്ന പോലെ അവൻ ചത്തു വീണു എന്നാണ് ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. സത്യം മനസ്സിലാക്കിയ പീലാത്തോസ്
സത്യത്തിന് മുമ്പിൽ തല കുനിയിക്കുന്നതിന് പകരം സത്യത്തെ കൈവിട്ടത് കൊണ്ട് അവന് കൊടുക്കേണ്ടി വന്ന വില വലുതാണ്. ഞാൻ നിങ്ങൾ സത്യം കണ്ടവരാണ്. സത്യത്തിന് മുമ്പിൽ തല കുനിച്ചതാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണം. സാധാരണ നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പഞ്ചമുതവിനെ ധ്യാനിക്കുന്ന പാട്ടുകൾ ഇടം പിടിച്ചിട്ടുണ്ട്. യേശുവിന്റെ ശരീരത്തിൽ വാസ്തവത്തിൽ 5 മുതുവേ ഉള്ളൂ, 5 അല്ല. സക്കറിയാപ്രവചനം 13-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെയാണ്: നിന്റെ കൈകളിൽ കാണുന്ന മുറിവുകൾ എന്തേ എന്ന് ചോദിച്ചേ, എന്നെ സ്നേഹിച്ചവരുടെ വീട്ടിൽ വെച്ച ഞാൻ കൊണ്ട് അടിയാണ്. യേശുവിന്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ മുറിവ്, കാലിൽ മാത്രമേ ഉള്ളൂ മുറിവ്, ശിരസ് തൊട്ട് ഉള്ളങ്കാല് വരെ മുറിവുകളാണ്. ഈ പഞ്ചമുറിവിനാണ് ചില വേദോടക്കന്മാർ കൊടുക്കുന്ന വ്യാഖ്യാനം 5 വിധത്തിലുള്ള മുറിവുകളാണ്. അത് അംഗീകരിക്കാൻ കൊള്ളാവുന്ന വ്യാഖ്യാനമായതുകൊണ്ട് അത് ഏതൊക്കെയാണ് ഞാൻ വേഗം ചൂണ്ടിക്കാണിക്കും. യേശുവിന്റെ ശരീരത്തിൽ 5 വിധത്തിലുള്ള മുറിവുകളാണ് ഉണ്ടായത്. ഒന്നാം, ഗെത്സമന തോട്ടത്തിൽ വെച്ചാണ് യേശുവിനെ പിടികൂടുന്നത്. 600 പേർ അടങ്ങിയ ഒരു സംഘമാണ് യേശുവിനെ പിടിക്കാൻ ആ തോട്ടത്തിൽ വന്നത്. പടജ്ജനം യേശുവിനെ കയ്യേറ്റു. കഴിഞ്ഞ 3.5 വർഷമായി യേശുവിനെ പിടിക്കാൻ ഇവരാവത് ശ്രമിച്ചതാ, കൈ കിട്ടിയില്ല. ഇപ്പോൾ കൈ കിട്ടിയിരിക്കുകയാണ്. സകല കോപം പുറത്തെടുത്ത് അവൻ മുഷ്ടി ചുരുട്ടി യേശുവിനെ ഇടിക്കാൻ തുടങ്ങി. ഇവിടെ ബലവത്തായ മുഷ്ടികൾ യേശുവിന്റെ തങ്ക തിരുമേനിൽ പതിഞ്ഞപ്പോൾ യേശുവിന്റെ ശരീരം ചതയാൻ തുടങ്ങി. യേശുവിന്റെ ശരീരത്തിലെ 1-ാമത്തെ മുറിവ് ചതഞ്ഞ മുറിവ്. അവന്റെ കണ്ടെത്താൻ അടിച്ചു എന്ന് എഴുതിട്ടോ, മുട്ടി ചുരുട്ടി ഇടിച്ചു എന്ന് എഴുതിട്ടോ, അവന്റെ തങ്ക തിരുമേനി ചതഞ്ഞു. യേശുവിന്റെ ശരീരത്തിലെ 1-ാമത്തെ മുറിവ് ചതഞ്ഞ മുറിവ്. 2-ാമത്തെ മുറിവ്, പീലാത്തോസ് യേശുവിനെ അകത്തെ കത്തളത്തിൽ കൊണ്ടുപോയി ചാട്ടവാറ് കൊണ്ട് യേശുവിനെ അടിച്ചു. ഉഴച്ചാലുകളെ നീളത്തിൽ കീറിയതുപോലെ അവരെന്റെ മുതുവിനെ നീളത്തിൽ കീറി എന്ന് സങ്കീർത്തനക്കാരൻ പ്രവചിച്ചത് അന്ന് അവിടെ നിവർത്തിയാണ്. മാംസപേശികൾ പതഞ്ഞുപോയി, അസ്ഥികൾ വെളിപ്പെടുകയാണ്. യേശുവിന്റെ ശരീരത്തിലെ 2-ാമത്തെ മുറിവ് ചാട്ടവാറാൽ ഏറ്റതായ മുറിവ്. ജനം യേശുവിനെ ക്രൂശിക്കാൻ ആക്രോശിച്ചപ്പോൾ വെള്ളമെടുത്ത് കൈ കഴുകിയ പീലാത്തോസ് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ ഇനി എനിക്ക് പങ്കില്ല. ജനത്തിന്റെ കയ്യിലേക്ക് യേശുവിനെ കൊടുത്തു. ജനത്തിന്റെ കയ്യിലേക്ക് യേശുവിനെ കൊടുത്തപ്പോൾ ജനം ആദ്യം ചെയ്തത് മുള്ളുകൊണ്ട് ഒരു കിരീടം മെടഞ്ഞുണ്ടാക്കി അവന്റെ ശിരസിൽ വെച്ച കോലുകൊണ്ട് അടിച്ചത്. തലയോട് പോലും കിഴിഞ്ഞ മുൾക്കിരീടം ഉറച്ചിരുന്നു. തലയിൽ കൂടെ രക്തം ഒഴുകാൻ തുടങ്ങി. യേശുവിന്റെ ശരീരത്തിലെ 3-ാമത്തെ മുറിവ് മുൾക്കിരീടത്താലേറ്റ മുറിവ്. ഭാരമുള്ള പച്ചപ്പൈ മലക്കുരിശ അവന്റെ തോളിൽ വെച്ചു കൊടുത്തു. തലയോടിടമെന്ന അർത്ഥമുള്ള ഗോൽഗോഥാമലയിലേക്ക് യേശുവിനെ കൊണ്ടുപോകുമ്പോൾ ഇവൻ അവിടെ ചെല്ലുകയില്ല എന്ന് സംശയിച്ചപ്പോഴാണ് വഴിയിൽ നിന്ന് വന്ന കുതിരക്കാരനായ ശീമോനെ ക്രൂശ് ചുമക്കാൻ ഇവൻ നിർബന്ധിച്ചു. പട്ടണത്തിലെ ബഹളം കേട്ടിട്ട് എന്താണെന്ന് കാണാൻ എത്തി വലിഞ്ഞു നോക്കാൻ വന്നതാണ് ഈ ശീമോൻ. ഇവൻ നീഗ്രോ വംശജനാണ്, കുതിരക്കാരൻ. യഹൂദന്മാർക്ക് ഇവന്റെ സാന്നിധ്യം ഇഷ്ടപ്പെട്ടില്ല. ഇവനെ പിടികൂടി. നീ എന്താ കാണാൻ വന്നത്? നീ കാണാൻ വന്നല്ലോ, നീ പിടിക്കുക എന്ന് പറഞ്ഞ ഇവന് കൊടുത്ത് 2 വീക്ക്. ഇവനെയും അടിച്ച നിർബന്ധിച്ച ക്രൂശിന്റെ അറ്റം ചോപ്പിച്ചു. അതവന്റെ ജീവിതത്തിന്റെ വഴിത്തിരിവായിരുന്നു. ഈ മുമ്പ് ക്രൂശി കൊണ്ട് പോകുന്നതാ നീതിമാൻ. അവന് വേണ്ടിയല്ല, അവന് അനുഭവിക്കുന്നതാ എനിക്ക് വേണ്ടി കൂടി. ഒരു പുതിയ സൃഷ്ടിയാണ്. യേശുവിനെ ജീവിതത്തിൽ കൈക്കൊണ്ട് അവൻ വീട്ടിൽ മടങ്ങിപ്പോകും. അവന് 2 പുത്രന്മാരെന്ന സുവിശേഷത്തിൽ വായിക്കും, അലക്സാണ്ടറും റൂഫോസും. റൂഫോസിനെ പിന്നെ റോമാലേഖനം 16-ാം അധ്യായത്തിൽ വായിക്കുന്നു. കർത്താവിൽ പ്രസിദ്ധനായ റൂഫോസ്. വേദപണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇവര് സഭയുടെ ബിഷപ്പാണ്. അലക്സാണ്ടറിനെ പറ്റി ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ, ഒരു മകൻ ബിഷപ്പ്, മറ്റേ മകൻ ഗവർണർ. ഇവരെ അപ്പനാല് മനസ്സില്ലാ മനസ്സോടെ ക്രൂശിന്റെ അറ്റം ചുമന്നത്. മനസ്സില്ലാ മനസ്സോടെ ക്രൂശിന്റെ അറ്റം ചുമന്ന ശീമോന്റെ 2 മക്കളെ ആത്മീയത്തിലും
ഭൗതികത്തിന് ദൈവം ഉയർത്തിയേക്കും. നല്ല മനസ്സോടെ ക്രിസ്തുവിന്റെ നിന്ന വലിയ തരമെന്നെ അവന്റെ ക്രൂശ് ചുമക്കുന്ന ദൈവമക്കളെ, നമ്മുടെ തലമുറകളെ അവൻ എത്രമാത്രം ഉയർത്താതിരിക്കും. ക്രൂശ് ചുമക്കുന്നവരുടെ തലമുറ എക്കാലത്തും അനുഗ്രഹപ്പെട്ടിട്ട് തലയോടെ ചെന്നപ്പോ യേശുവിനെ ക്രൂശിൽ കടത്തി. കാലിലും പാണികൾ കൊണ്ട് കൈകളും കാലുകളും മരത്തോട് ചേർത്തടിച്ചു. യേശുവിന്റെ ശരീരത്തിലെ നാലാമത്തെ മുതൽ കാലിലും പാണികളാൽ ഏറ്റ മുതൽ ഒരു കുഴി ഉണ്ടാക്കി ആ കുഴിയിലേക്ക് ക്രൂശി നാട്ടിയപ്പോൾ ഉണ്ടായ ആട്ടത്തിലാണ് അസ്ഥികളുടെ ബന്ധമെല്ലാം വിട്ടുപോയത്. നീണ്ട 6 മണിക്കൂർ നേരം കർത്താവ് ക്രൂശിൽ കിടക്കുക. ഒരാണിൽ കലന്റെ തൂങ്ങി കിടക്കുന്ന പോലെ യേശു കർത്താവ് ആണിൽ തൂങ്ങി കിടക്കുക. അവന്റെ ശക്തി ഓട്ട് കഷ്ണം പോലെയാണ്. അവന്റെ കുടലിന്റെ നടുവെ ഉരുകിപ്പോയി. നാം അണ്ണാക്കോട് പറ്റിപ്പോയി. വല്ലവന് സഹതാപം തോന്നുമോ എന്ന് അവൻ നോക്കിക്കൊണ്ടിരുന്നു. അവൻ ആരെയും കണ്ടില്ല. ആശ്വസിപ്പിക്കുന്നുണ്ടോ നോക്കിക്കൊണ്ടിരുന്നു. ആരും ഉണ്ടായിരുന്നില്ല. മുമുക്ഷതയോടെ അലകുന്ന സിംഹം പോലെ എല്ലാവരും വാവളിച്ചു നിൽക്കുക. മനുഷ്യരെല്ലാം തന്നെ തള്ളി എന്ന് കണ്ട തള്ളാത്ത പിതാവിലേക്ക് തല ഉയർത്തി. അവൻ കണ്ട കാഴ്ച അതിലും ദയനീയം. പിതാവ് പുത്രനെ ക്രൂശിൽ കൈവിട്ടു. ആ കാഴ്ച കണ്ടുകൊണ്ട് കർത്താവ് അലറിക്കരഞ്ഞു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീയും കൂടി എന്നെ കൈവിട്ടുവോ? മനുഷ്യരാൽ ഉപേക്ഷിക്കപ്പെട്ട് പിതാവിനാൽ കൈവിടപ്പെട്ട് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. എന്തിനു വേണ്ടി? എന്റെ നിങ്ങളെ വീണ്ടെടുക്കുവാൻ. ഒടുവിൽ സ്വന്തം ചുമലിനെ തലയാഴിച്ച അവൻ പ്രാണനെ വഴി. അന്നേരം ഒരു ഓമൻ പടയാളി തന്റെ കുന്തമെടുത്ത് യേശുവിന്റെ വിലാപ്പകത്ത് കുത്തി. ചാക്കുപോലെ കുത്തിപ്പിളർന്ന ആ കുന്തം കടന്നു രക്തം ധാരധാരിയായി വിടുവാൻ തുടങ്ങി. യേശുവിന്റെ ശരീരത്തിലെ 5ാമത്തെ മുറിവ് കുന്തത്താലേറ്റ മുറിവാണ്. യേശുവിന്റെ ശരീരത്തിൽ ചതഞ്ഞ മുറിവാണ്. യേശുവിന്റെ ശരീരത്തിൽ ചാട്ടവാറാലേറ്റ മുറിവാണ്. യേശുവിന്റെ ശരീരത്തിൽ മുൾക്കിരീടത്താലേറ്റ മുറിവാണ്. യേശുവിന്റെ ശരീരത്തിൽ കാരിരമ്പാണികളാലേറ്റ മുറിവാണ്. യേശുവിന്റെ ശരീരത്തിൽ കുന്തത്താലേറ്റ മുറിവാണ്. ഇതെണ്ണിയാൽ 5 50 500 അല്ല, ശിരസ് മുതൽ പാദം വരെ അവൻ മുറിവേറ്റവനായി നിൽക്കുന്നു. എന്തിനു വേണ്ടി? പാപത്താൽ നമുക്ക് സംഭവിച്ച മുറിവുകൾ വെച്ച് കെട്ടുവാൻ. നഗ്നമാക്കപ്പെട്ട യഹോവയുടെ വിശുദ്ധ ഭുജം യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണമാണ്. യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തുവിനെ യഹോവയുടെ ഭുജമായി ചിത്രീകരിച്ചിരിക്കുന്ന 3ാമത്തെ സ്ഥാനം 59-ാം അധ്യായം 16-ാം വാക്യം. 59-ാം അധ്യായം 16-ാമത്തെ വാക്യം. ആരുമില്ലെന്ന് അവൻ കണ്ടു, പക്ഷപാതം ചെയ്യുവാൻ ആരുമില്ലായകയാൽ ആശ്ചര്യപ്പെട്ടു. അതുകൊണ്ട് അവന്റെ ഭുജം തന്നെ അവന് രക്ഷപ്പെടുത്തി. ഈ ഭുജത്തിനൊരു പേര് കൊടുക്കാനാണെങ്കിൽ രക്ഷ വരുത്തുന്ന യഹോവയുടെ ഭുജം. രക്ഷ വരുത്തുന്ന യഹോവയുടെ ഭുജം. പ്രവചന പുസ്തകത്തിലെ വാക്യമുണ്ട്, മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരെ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. യേശുക്രിസ്തു എന്ന നാമമൊഴി. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴി, ഞാനാണ് ജീവൻ, ഞാൻ മാത്രമാണ് സത്യം. വഴി ഒന്നേ ഉള്ളൂ, മാർഗം ഒന്നേ ഉള്ളൂ. അത് കർത്താവായ യേശുക്രിസ്തു കാൽവരി സാധിച്ചെടുത്തതായ ദേഹമെന്ന തിരശീല ചീന്തിക്കൊണ്ട് സ്ഥാപിച്ച ആ ജീവന്റെ വഴിയിൽ കൂടെ മാത്രമേ ഒരു വ്യക്തിക്ക് നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയൂ. കർത്താവ് പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കും. എൻ മൂലമല്ലാതെ ആർക്കും പിതാവിന്റെ അടുക്കൽ ചെല്ലുവാൻ കഴിയും. രക്ഷ വരുത്തുന്ന യഹോവയുടെ ഭുജം യേശുക്രിസ്തു ക്രൂശിൽ സാധ്യതമാക്കിയ രക്ഷണ പദ്ധതിയെ കാണിക്കും. ഇനി എന്നാലും യെശയ്യാ പ്രവാചകൻ യേശുക്രിസ്തുവിനെ യഹോവയുടെ ഭുജമായി ചിത്രീകരിച്ചിരിക്കുന്ന 4ാമത്തെ വാക്യം. അതാണ് നമ്മുടെ തീമിന്റെ ഈ കൺവെൻഷൻ തീമിലെ ആ പദപ്രയോഗവും അത് തന്നെയാണ്. ഉണരുക. 51-ാം അധ്യായം 9-10 വാക്യങ്ങൾ.
51-ാം അധ്യായം 9-10 വാക്യങ്ങൾ. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. പൂർവ്വകാലത്തും പണ്ടത്തെ തലമുറകളിലും എന്നെ പോലെ ഉണരുക. രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിക്കളഞ്ഞു നീയല്ലയോ? സമുദ്രത്തെ വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴിയെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലയോ? നീയല്ലയോ? ഏത് നീ? യഹോവയുടെ ഭുജമെന്ന നീ. അവിടെ യഹോവയുടെ ഭുജത്തെ ഒരു വ്യക്തിയോടാണ് തുലനം ചെയ്തിട്ട് വ്യക്തിയെ പറ്റി അവസ്ഥാപിച്ചിരിക്കുന്നു. യഹോവയുടെ ഭുജമേ ഉണര. നീ പണ്ട് പൂർവ്വകാലത്ത് ഉണർന്നപ്പോൾ നീ രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തി സമുദ്രത്തിൽ പാത ഒരുക്കി ജനത്തെ അക്കരെ കടത്തിയത് നീയാ. യഹോവയുടെ ഭുജമെന്ന നീ. യഹോവേ ഉണരുക, ഉണരുക നല്ല യശയ്യാപ്രവാചകൻ വിളിക്കുന്നു. യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക. ഇതാണ് രണ്ടാം യശയ്യാപ്രവാചകൻ യേശുക്രിസ്തുവിനെ ഇന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയതുപോലെ വെളിപ്പെട്ട് കിട്ടിയില്ല. അവന് വെളിപ്പെട്ട് കിട്ടിയ ഭാഷയെ നിലവിളിക്കുകയാണ്, യഹോവയുടെ ഭുജമേ ഒന്ന് ഉണരുക. അങ്ങനെ നീ പണ്ട് പൂർവ്വകാലത്ത് ഉണർന്നു. അവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത പെട്ടെന്ന് പിടികിട്ടാത്ത പല കാര്യങ്ങൾ അവിടെ വായിച്ചു. ഈ ഭുജം പൂർവ്വകാലത്ത് ഉണർന്നു. അപ്പോൾ പൂർവ്വകാലം എന്ന് പറയുന്നത് ആരുടെ കാലം? പണ്ടത്തെ തലമുറയിൽ ഉണർന്നു. അത് ആരുടെ തലമുറ? അങ്ങനെ പൂർവ്വകാലത്ത് ഈ ഭുജം ഉണർന്നപ്പോ രഹബിനെ വെട്ടിയത്. അപ്പോൾ രഹബായ മഹാസർപ്പത്തെ കുത്തി മഹാസർപ്പമായ. അങ്ങനെ രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തിയപ്പോൾ ചെങ്കടലിൽ പാത വെളിപ്പെട്ടത്. രഹബിനെ വെട്ടിയാൽ മഹാസർപ്പത്തെ കുത്തിയാൽ ചെങ്കടലിൽ എങ്ങനെ പാത വെളിപ്പെടുന്നു? വീണ്ടെടുക്കപ്പെട്ട ഇസ്രായേൽ മക്കൾ അതിലൂടെ കടന്നുപോയി. ഇതുപോലെ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് വെളിപ്പെടും. ഇതിനെല്ലാം തെളിവ വിശുദ്ധ ബൈബിളിൽ തന്നെ ഉണ്ട്. ഇവിടെ യെശയ്യാപ്രവാചകൻ നിലവിളിക്കുന്നു, യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചുകൊള്ളുക. പൂർവ്വകാലത്തും പണ്ടത്തെ തലമുറയിലും എന്ന പോലെ ഉണരുക. ആദ്യം നമുക്ക് പൂർവ്വകാലം ഏത് കാലമെന്ന് നോക്കാം. വിശുദ്ധ വേദപുസ്തകത്തിൽ 7 കാലങ്ങളെ പറ്റി പ്രസ്താവിച്ചിട്ടുണ്ട്. 7 വാക്യങ്ങൾ വായിക്കാൻ പോവുകയാണ്. 7 യുഗങ്ങളല്ല, 7 കാലം. സാധാരണ ബൈബിൾ സ്കൂളുകളിലും കോളേജുകളിലും പണ്ട് നമ്മുടെ നാട്ടിൽ യുഗങ്ങൾ പഠിപ്പിച്ച് ദ ഡിസ്പെൻസേഷണൽ ട്രൂത്ത്സ് എന്ന് പറഞ്ഞ യുഗാന്തര സത്യങ്ങൾ എന്ന് പറഞ്ഞ ഒരു പഠന വിഭാഗം തന്നെയുണ്ട്. അത് പഠിപ്പിക്കുവാൻ ആധാരമായി എടുത്തിരിക്കുന്ന പുസ്തകം ക്ലാരൻസ് ലാർക്കിൻസ് എഴുതിയ ദ ഡിസ്പെൻസേഷണൽ ട്രൂത്ത്സ് എന്ന് പറഞ്ഞ ഒരു വലിയ പുസ്തകമാണ്. ആ പുസ്തകത്തിനകത്ത് 7 യുഗങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട്. അതല്ല ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നു. എങ്കിലും ആ പുസ്തകത്തിനകത്തുള്ള 7 യുഗങ്ങളുടെ പേര് ഞാൻ പറയാം. നിങ്ങൾ പലർക്കും അറിയാം. ഒന്നാമത്തെ യുഗം ആ പുസ്തകത്തിനകത്തുള്ളത് ഏജ് ഓഫ് ഇന്നസെൻസ്, നിഷ്പാപ യുഗം, നിഷ്കന്മഷ യുഗം. ആദാമിനെ സൃഷ്ടിച്ചടം മുതൽ ആദാം പാപം ചെയ്തിടം വരെയുള്ള കാലമാണ് ഏജ് ഓഫ് ഇന്നസെൻസ്, നിഷ്പാപ യുഗം. ഇനി രണ്ടാമത്തെ യുഗം ആ പുസ്തകത്തിനകത്തുള്ളത് ഏജ് ഓഫ് കോൺഷ്യൻസ്, മനസാക്ഷി യുഗം. ആദാം പാപം ചെയ്തിടം മുതൽ നോഹയുടെ ജലപ്രളയം വരെയാണ് ഏജ് ഓഫ് കോൺഷ്യൻസ്, മനസാക്ഷി യുഗം. മൂന്നാമത്തെ യുഗം ഏജ് ഓഫ് ഹ്യൂമൻ ഗവൺമെന്റ്, മാനുഷിക ഭരണയുഗം. നോഹയുടെ ജലപ്രളയം മുതൽ അബ്രഹാമിനെ ദൈവം വിളിച്ചിടം വരെയാണ്. ജലപ്രളയത്തിന് ശേഷമാണ് രാഷ്ട്രങ്ങൾ ഉണ്ടായത്. രാഷ്ട്ര തലവന്മാർ ഉണ്ടാകുന്നത് നോഹയുടെ ജലപ്രളയത്തിന് ശേഷം. അപ്പൊ മൂന്നാമത്തെ യുഗം മാനുഷിക ഭരണയുഗം. നാലാമത്തെ യുഗം ഏജ് ഓഫ് പ്രോമിസ്, വാഗ്ദത്ത യുഗം. അബ്രഹാമിനെ ദൈവം വിളിച്ചിടം മുതൽ സീനായി പർവ്വതത്തിൽ മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തിടം വരെ ഏജ് ഓഫ് പ്രോമിസ്, വാഗ്ദത്തം.
അഞ്ചാമത്തെ യുഗം ഏജ് ഓഫ് ലോ, ന്യായപ്രമാണ യുഗം. മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തടം മുതൽ യേശു ക്രിസ്തു വരെയാണ്. ആറാമത്തെ യുഗം ഏജ് ഓഫ് ഗ്രേസ്, കൃപായുഗം. യേശു ക്രിസ്തു മുതൽ യേശു ക്രിസ്തുവിന്റെ മധ്യാകാശം വരെ. ഇന്ന് നാം ആയിരിക്കുന്ന യുഗം ഈ കൃപായുഗത്തിലാണ്. യേശു ക്രിസ്തു പരസ്യമായി വന്ന സാത്താനെ 1000 ആണ്ട് ബന്ധിച്ച ഒരു 1000 ആണ്ട് വാഴ്ചാകാലമുണ്ട്. അതാണ് 7ാമത്തെ യുഗം, ഏജ് ഓഫ് മില്ലനിയം, സഹസ്രാബ്ദ വാഴ്ചായുഗം. രണ്ട് നിത്യതകൾക്കിടയിലുള്ള മാനവ ചരിത്രത്തെ ക്ലാരൻസ് ലാർക്കിൻസ് 7 യുഗങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇത് വാക്യങ്ങളുടെ വെളിച്ചത്തിലല്ല, സംഭവങ്ങളുടെ വെളിച്ചത്തിലാണ്. ഇന്ന് ഈ യുഗവിഭജനം എല്ലാ വേദപ്രതാക്കന്മാരും അംഗീകരിച്ചിട്ടില്ല. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, മനസാക്ഷി യുഗം അവസാനിച്ചു, വാഗ്ദത്ത യുഗം അല്ലെങ്കിൽ മാനുഷിക ഭരണയുഗം തുടങ്ങിയ. ഈ മനസാക്ഷി അവസാനിക്കുന്ന ആര് പറഞ്ഞു? നമുക്കിന്ന് മനസാക്ഷി, നമുക്കെല്ലാം മനസാക്ഷിയും. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, മാനുഷിക ഭരണയുഗം അവസാനിച്ചു, വാഗ്ദത്ത യുഗം തുടങ്ങി. ഇന്ത്യയിലും അമേരിക്കയിലും ഒക്കെ ഭരിക്കുന്നത് മനുഷ്യരാണ്. മാനുഷിക ഭരണയുഗം നടക്കുന്നത്. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, വാഗ്ദത്ത യുഗം അവസാനിച്ചു, ന്യായപ്രമാണ യുഗം തുടങ്ങി. വാഗ്ദത്തം അവസാനിച്ചെന്ന് ആര് പറഞ്ഞു? ഇന്ന് നമുക്ക് വാഗ്ദത്തം കിട്ടുന്നില്ലേ? നിന്നെ വാലല്ല, നിന്നെ തലയാക്കും. മരുഭൂമിയിലേക്ക് നിന്നെ അയക്കും, മഞ്ഞ് പെയ്യുന്ന നാട്ടിൽ നിന്നെ അയക്കും. ഈ അമേരിക്കയിലും UK-യിലും വിടുന്ന കാര്യം പ്രവാചക ഭാഷയിൽ പറയുമ്പോൾ മഞ്ഞ് പെയ്യുന്ന കാര്യം. അപ്പൊ ഇന്ന് നമ്മൾ വാഗ്ദത്തം കിട്ടുന്നില്ല, അല്ലാതെ വാഗ്ദത്തം. അപ്പൊ ഈ യുഗവിഭജനം ഇന്ന് ആത്മീയന്മാർ ആത്മീയ ഗോളം അംഗീകരിക്കുന്നു. വേദപുസ്തക വെളിച്ചത്തിൽ കാലമേഴം 7 വാക്യം വായിക്കാം. ഒന്നാമത്തെ കാലം എഫേസ്യ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം. സൃഷ്ടിച്ച ദൈവത്തിന്റെ അനാദികാലം മുതൽ. അതേപോലെ നമുക്ക് ആ പേര് കിട്ടി, അനാദികാലം. ഒന്നാമത്തെ കാലം അനാദികാലം, ആദിയില്ലാത്ത കാലം. ഇതിന് ആദിയില്ല, അവസാനമുണ്ട്. അത് രണ്ടാമത്തെ കാലം കാണുമ്പോൾ മനസ്സിലാവും. ഒന്നാമത്തെ കാലം അനാദികാലം, ആരംഭമില്ലാത്ത കാലം. ഇനി രണ്ടാമത്തെ കാലം, ആവർത്തന പുസ്തകം 4-ാം അധ്യായം 32-ാം വാക്യം. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 32-ാമത്തെ വാക്യം. ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ച നാൾ മുതൽ നിനക്ക് മുമ്പുണ്ടായ പൂർവ്വകാലത്തിലും. ഇവിടെ രണ്ടാമത്തെ കാലം കണ്ടു. കാലത്തിന്റെ പേര് പൂർവ്വകാലം. അതെന്ന് തുടങ്ങിയെന്നവിടെ വായിച്ചു. ദൈവം മനുഷ്യനെ ഭൂമി സൃഷ്ടിച്ചപ്പോൾ ആ കാലം തുടങ്ങി. ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ആദാമാണ്. ആദാമിന്റെ കാലം തുടങ്ങി എന്ന് അവസാനിച്ചു എന്ന് അവിടെ ഉണ്ട്. നിനക്ക് മുമ്പുണ്ടായിരുന്ന പൂർവ്വകാലം. നിനക്കെന്ന് ദൈവം ചൂണ്ടിക്കൊണ്ട് പറയുന്നത് മോശയോടാണ്. ഈ സംഭാഷണം മോശയോടാണ്. മോശേ, നിനക്ക് മുമ്പുണ്ടായിരുന്ന കാലം പൂർവ്വകാലം. അപ്പൊ പൂർവ്വകാലം എന്ന് പറയുന്നത് ആദാം മുതൽ മോശ. വാക്യം ആവർത്തന പുസ്തകം 4:32. കാലത്തിന്റെ വേദം പൂർവ്വകാലം അംഗീകരിക്കാം. ഇനി മൂന്നാമത്തെ കാലം ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാമത്തെ വാക്യം. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലവും യോഹന്നാൻ വരെയായിരുന്നു. ഇതാണ് മൂന്നാമത്തെ കാലം, ന്യായപ്രമാണകാലം. ന്യായപ്രമാണകാലം തുടങ്ങുന്നത് സീനായി പർവ്വതത്തിൽ മോശയ്ക്ക് ന്യായപ്രമാണം കൊടുക്കുമ്പോ ഈ കാലം തുടങ്ങി. എന്ന് അവസാനിച്ചു എന്ന് ഇവിടെ ഉണ്ട്. യോഹന്നാൻ. ഏത് യോഹന്നാൻ? സ്നാപക യോഹന്നാൻ. ഇത് സ്നാപക യോഹന്നാന്റെ കാര്യമാണ് കർത്താവ് പറഞ്ഞത്. മൂന്നാമത്തെ കാലം ന്യായപ്രമാണകാലം. മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തപ്പോൾ ആ കാലം തുടങ്ങി. സ്നാപക യോഹന്നാനിൽ ആ കാലം അവസാനിച്ചു. ഇനി 4-ാമത്തെ കാലം അവിടെ തന്നെ ഉണ്ടാവും. വായിക്കാം. അന്ന് മുതൽ ലൂക്കോസ് സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യം പിന്നെയും വായിക്കാം. ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും കാലം യോഹന്നാൻ വരെയായിരുന്നു. അന്നു മുതൽ ദൈവരാജ്യത്തെ സുവിശേഷിച്ചു വരുന്നു. അതാണ് 4-ാമത്തെ കാലം.
സ്നാപകയോഹന്നാന്റെ കാലം കഴിഞ്ഞപ്പോൾ അടുത്ത കാലം തുടങ്ങി. അത് സുവിശേഷകാലം. എന്താണ് സുവിശേഷം? ദാവീദിന്റെ സന്തതിയാൽ ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തു. അതാണ് സുവിശേഷം. ഇന്ന് നമ്മൾ ആയിരിക്കുന്ന കാലം ഈ സുവിശേഷ കാലമാണ്. ഈ കാലത്തിന് വേറെ 2 പേരുകൾ കൂടെ ബൈബിളിലുണ്ട്. ഒന്ന് സുപ്രസാദ കാലം. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 2-ാം വാക്യം. 2 കൊരിന്ത്യർ 6-ാം അധ്യായം 2-ാമത്തെ വാക്യം. പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു എന്ന് അവൻ അരുളി ചെയ്യുന്നല്ലോ. ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഇപ്പോഴാകുന്നു രക്ഷാദിവസം. സുവിശേഷ കാലത്തിന്റെ മറ്റൊരു പേര് സുപ്രസാദകാലം. ഈ കാലത്തിന് 3ാമതൊരു പേര് കൂടിയുണ്ട്, അന്ത്യകാലം. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. ദൈവം പണ്ട് എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകൻ മുഖാന്തരം പിതാക്കന്മാരോട് അരുളിച്ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളിച്ചെയ്തിരിക്കുന്നു. അപ്പോൾ അന്ത്യകാലം എന്ന് പറയുന്നത് യേശുക്രിസ്തു ജനിച്ചപ്പോൾ ആ കാലം തുടങ്ങി. ഇന്നും അന്ത്യകാലത്താണ് നാം ജീവിക്കുന്നത്. 4ാമത്തെ കാലം സുവിശേഷകാലം, സുപ്രസാദകാലം, അന്ത്യകാലം. ഇത് യേശുക്രിസ്തുവിന്റെ മധ്യാകാശ പദവി അവസാനിക്കും. ഇന്ന് നാം ആയിരിക്കുന്നത് ഈ കാലത്താണ്. ഇനി അടുത്ത കാലം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം. 5-ാമത്തെ കാലം. സഹിഷ്ണുതയെ കുറിച്ച് എന്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിലെങ്ങും വരുവാനുള്ള പരീക്ഷാകാലത്ത്. അപ്പോൾ 5ാമത്തെ കാലം പരീക്ഷാകാലം. യേശുക്രിസ്തുവിന്റെ രഹസ്യ വരവിനും പരസ്യ വരവിനും ഇടയ്ക്കുള്ള 7 വർഷത്തെ മഹോന്നതകാലം, യേശുക്രിസ്തുവിന്റെ വാഴ്ചാകാലം, ഇതൊരു കാലമായിട്ട് പറഞ്ഞിരിക്കുന്നു. ആ കാലത്തിന്റെ പേര് പരീക്ഷാകാലം. ഭൂതലത്തിലെങ്ങും ആ പരീക്ഷാകാലം വരും. പക്ഷെ സഭയുടെ നാഥൻ പറയുന്നു, ഞാൻ നിങ്ങളെ കാത്തുകൊണ്ടു. ദൈവസഭ മഹോന്നതത്തിൽ കൂടെ കടന്നു പോകത്തില്ല. അതിനു മുമ്പ് ദൈവസഭ ഇവിടെ എടുക്കപ്പെടും. പലയിടത്തും നവീന ഉപദേശം വന്നിട്ടുണ്ട്. സഭയും മഹോന്നതത്തിൽ കൂടെ പോകും. അവന്റെ കുതിപ്രാവിനെ ദുഷ്ടമൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. ദൈവസഭയ കുതിപ്രാവിനെ ദുഷ്ടമൃഗമാകുന്ന യേശുക്രിസ്തുവിന്റെ കയ്യിൽ സഭയുടെ നാഥൻ ഏൽപ്പിക്കത്തില്ല. ക്രോധം കടന്നു പോകുമ്പോഴും അവർ നമ്മെ അറയിൽ ഒളിപ്പിക്കും. അപ്പോൾ 5ാമത്തെ കാലം പരീക്ഷാകാലം. ഈ കാലത്തിന് വേറൊരു പേര് കൂടിയാണ് പരീക്ഷാകാലം. യാക്കോബിന്റെ കഷ്ടകാലം. ഇരമ്യാ പ്രവചനം 30-ാം അധ്യായം 7-ാം വാക്യം. ഇരമ്യാ പ്രവചനം 30-ാം അധ്യായം 7-ാമത്തെ വാക്യം. ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം. അത് യാക്കോബിന്റെ കഷ്ടകാലം. അത് യാക്കോബിന്റെ കഷ്ടകാലം തന്നെ. അവിടെ യാക്കോബ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയോട് ബന്ധത്തിലല്ല. യാക്കോബിന്റെ സന്തതി പരമ്പരകളായ ഇസ്രായേൽ ജാതിയോടുള്ള ബന്ധത്തിലാണ്. ഭൂതലത്തുള്ള എല്ലാവർക്കും കഷ്ടമെങ്കിലും ഏറ്റവും കൂടുതൽ കഷ്ടത യാക്കോബിന്റെ സന്തതികൾക്കാണ്, യഹൂദ ജാതിക്കാണ്. അത് യഹൂദ ജാതിയുടെ കഷ്ടകാലം. അതാണ് 5ാമത്തെ കാലം. 6ാമത്തെ കാലം. അപ്പോൾ യേശുവിന്റെ രഹസ്യ വരവിനും പരസ്യ വരവിനും ഇടയ്ക്കുള്ള 7 വർഷത്തെ യേശുക്രിസ്തുവിന്റെ വാഴ്ചാകാലം, പരീക്ഷാകാലം, യാക്കോബിന്റെ കഷ്ടകാലം. 6ാമത്തെ കാലം സഹസ്രാബ്ദ വാഴ്ചാകാലം, 1000 ആണ്ട് വാഴ്ചാകാലം. കർത്താവ് പരസ്യമായി ഇറങ്ങി വന്ന സാത്താനെ 1000 ആണ്ട് ബന്ധിച്ച നീതിയോടെ ഭൂമിയിൽ ഒരു ഭരണം നടത്തും. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 1-2 വാക്യം. അനന്തരം ഒരു ദൂതൻ
അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങല. 1000 ആണ്ട് വായിച്ചാൽ പിന്നെ സാത്താനെ അഴിച്ചുവിടും, ഭോഗമാകാം, യുദ്ധം നടക്കും, പുതുവായ ഭൂമി സൃഷ്ടിക്കപ്പെടും. 7ാമത്തെ കാലത്തിലേക്ക് പ്രവേശിക്കുക. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 6-ാം വാക്യം. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായം 6-ാം വാക്യം. ഇനി കാലം ഉണ്ടാകുകയില്ല. 7ാമത്തെ കാലം. കാലമില്ലാത്ത കാലം അല്ലെങ്കിൽ നിത്യകാലം. 7ാമത്തെ കാലത്തിന് അവസാനമില്ല. കാലമില്ലാത്ത കാലം അല്ലെങ്കിൽ നിത്യകാലം. 1ാമത്തെ കാലത്തിന് ആരംഭമില്ല, 7ാമത്തെ കാലത്തിന് അവസാനമില്ല. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, 1ാമത്തെ കാലം അനാദികാലം. എഫേസ്യ ലേഖനം 3:9 അത് ആദാമിന്റെ സൃഷ്ടിമതിയാണ്. 2ാമത്തെ കാലം പൂർവകാലം, ആദാമിന്റെ സൃഷ്ടിപ്പ് മുതൽ മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തണം വരെ പൂർവകാലം. 3ാമത്തെ കാലം ന്യായപ്രമാണകാലം, മോശയ്ക്ക് ന്യായപ്രമാണം കൊടുത്തണം മുതൽ സ്നാപക യോഹന്നാൻ വരെ. 4ാമത്തെ കാലം സുവിശേഷകാലം, സുപ്രസാദകാലം, അന്ത്യകാലം, യേശുക്രിസ്തു മുതൽ യേശുക്രിസ്തുവിന്റെ മധ്യാകാശം വരെ. അടുത്ത കാലം പരീക്ഷാകാലം, യാക്കോബിന്റെ കഷ്ടകാലം, യേശുക്രിസ്തുവിന്റെ രഹസ്യവചനത്തിനും പരസ്യവചനത്തിനും ഇടയ്ക്കുള്ള 7 വർഷത്തെ മഹോപതമകാലം, യേശുക്രിസ്തുവിന്റെ വാഴ്ചാകാലം. 6ാമത്തെ കാലം സഹസ്രാബ്ദകാലം, യേശുക്രിസ്തുവിന്റെ പരസ്യവചനത്തിന് ശേഷമുള്ള 1000 ആണ്ട് വാഴ്ച. 7ാമത്തെ കാലം നിത്യകാലം. ഇവിടെ ഇപ്പോൾ പ്രവാചകൻ നിലവിളിക്കുന്നു, യഹോവയുടെ ഭുജമേ ഉണരുക, ഉണരുക, ശക്തി ധരിച്ചോളുക. പൂർവകാലത്തും പണ്ടത്തെ തലമുറയിലും എന്ന പോലെ ഉണരുക. അപ്പൊ പൂർവകാലം ഏതാണ്? ഇപ്പൊ കണ്ടു. 2ാമത്തെ കാലത്തിന്റെ പേരാണ് പൂർവകാലം, അല്ലെങ്കിൽ മോശയുടെ കാലമാണ്. യെശയ്യാ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലം 3ാമത്തെ കാലമാണ്, ന്യായപ്രമാണ കാലമാണ്, അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ കാലമാണ്. ന്യായപ്രമാണ കാലത്ത് ജീവിച്ച യെശയ്യാ പ്രവാചകൻ യഹോവയുടെ ഭുജത്തെ നോക്കി നിലവിളിക്കുന്നു, യഹോവയുടെ ഭുജമേ ഉണരുക. കഴിഞ്ഞ കാലത്ത്, ഞങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന കാലത്ത്, പൂർവകാലത്ത് മോശയുടെ തലമുറയിൽ ഉണർന്നതുപോലെ ഒന്ന് ഉണരണം. അങ്ങനെ മോശയുടെ തലമുറയിൽ ഉണർന്നപ്പോ സംഭവിച്ചത്, രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തി ചെങ്കടലിൽ പാത വെളിപ്പെട്ടു. നമ്മൾ കാണാൻ പോവുകയാണ്. ഈ വിഷയം മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ ചെങ്കടൽ വിഭജിക്കപ്പെട്ട സംഭവമാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. അതുപോലെ ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം. വിശുദ്ധ ബൈബിളിൽ ചെങ്കടൽ വിഭജിക്കപ്പെട്ടതിനെ പറ്റി 7 പ്രസ്താവനകളാണുള്ളത്. 7 വാക്യങ്ങൾ വായിക്കാൻ പോവുകയാണ്. ആ 7 ഭാഗം കണ്ടാലേ ഇവിടെ രഹബ് ആരാണ് മനസ്സിലാകുന്നത്. ചെങ്കടൽ വിഭജിക്കപ്പെട്ടതിനെ പറ്റി ബൈബിളിൽ 7 പരാമർശങ്ങളുണ്ട്. ഒന്നാം നടന്ന സംഭവം നമുക്ക് ആദ്യം വായിക്കാം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 15-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 15-ാമത്തെ വാക്യം. അപ്പോൾ യഹോവ മോശെയോട് അരുളിച്ചെയ്തത്, നീ എന്നോട് നിലവിളിക്കുന്നത് എന്ത്? മുമ്പോട്ട് പോകുവാൻ ഇസ്രായേൽ മക്കളോട് പറയുക, വടിയെടുത്ത് നിന്റെ കൈ കടലിന്മേൽ നീട്ടി അതിനെ വിഭാഗിക്കുക. ഇതാണ് ചെങ്കടൽ വിഭജിക്കപ്പെട്ടതിനെ പറ്റി ബൈബിളിൽ എഴുതിയിരിക്കുന്ന 1ാമത്തെ പരാമർശം. മോശയോട് ദൈവം പറഞ്ഞു, വടി ചെങ്കടലിൽ നീട്ട, അതിനെ വിഭജിക്ക. 30 ലക്ഷം വരുന്ന ഇസ്രായേൽ മക്കൾ നോക്കി നിൽക്കുമ്പോൾ മോശ തന്റെ വടി ചെങ്കടലിൽ നീട്ടി. ചെങ്കടൽ 2ആയി വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽ മക്കൾ കാണുന്ന കാഴ്ച, നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന വസ്തുത, മോശ വടി നീട്ടി ചെങ്കടൽ വിഭജിക്കപ്പെട്ടു. ഇതാണ് സംഭവിച്ചത്. ആശ്ചര്യമായി നടക്കുന്നത്, മോശ വടി നീട്ടി
ചെങ്കടൽ വിധിക്കപ്പെട്ടു. ചെങ്കടൽ വിധിക്കപ്പെട്ടതിനെ പറ്റി ബൈബിളിൽ എഴുതിയിരിക്കുന്ന രണ്ടാമത്തെ പരാമർശം അതേ അധ്യായത്തിലുണ്ട്. 14-ാം അധ്യായം 21-ാം വാക്യം 21-ാം വാക്യം. മോശ കടലിന്മേൽ കൈനീട്ടി യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് കൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങി നിലമാക്കി. ചെങ്കടൽ വിധിക്കപ്പെട്ടതിനെ പറ്റിയുള്ള രണ്ടാമത്തെ പരാമർശം ഇതാ. മോശ ചെങ്കടലിൽ കൈനീട്ടി ദൈവം ഒരു കിഴക്കൻ കാറ്റ് അടിപ്പിച്ചു. ചെങ്കടൽ വിധിക്കപ്പെട്ടു. കൈ നീട്ടാൻ ഒരു മോശയുണ്ടായാൽ കാറ്റടിപ്പിക്കാൻ ഒരു ദൈവം. കൈ നീട്ടുന്നത് ചെറിയ കാര്യം, കാറ്റടിപ്പിക്കുന്നത് വലിയ കാര്യം. ദൈവം നമ്മളെ കൊണ്ട് ചെറിയ കാര്യങ്ങളെ ചെയ്യിപ്പിക്കത്തുള്ളൂ. അത് നാം ചെയ്താൽ വലിയത് ദൈവം ചെയ്തു. കല്യാണ വീട്ടിൽ കൽപ്പനകളിൽ വെള്ളം നിറയ്ക്കുന്ന ചെറിയ കാര്യമാണ് കർത്താവ് ചെയ്യിപ്പിച്ചത്. അതിനെ വീഞ്ഞാക്കുന്ന വലിയ കാര്യം ദൈവമേറ്റു. കാരാഗ്രഹത്തിനകത്ത് പാടി സ്തുതിക്കുന്ന ചെറിയ കാര്യം അപ്പോസ്തലന്മാർ ചെയ്തപ്പോൾ കാരാഗ്രഹവാതിൽ തുറക്കുന്ന വലിയ കാര്യം ദൈവം ചെയ്തു. ചെറുത് നാം ചെയ്യുമ്പോൾ വലുത് ദൈവം ചെയ്തു. കൈ നീട്ടുന്ന ചെറിയ കാര്യം മോശ ചെയ്തപ്പോൾ കാറ്റടിപ്പിക്കുന്ന വലിയ കാര്യം ദൈവം ഏറ്റെടുത്തു. ദൈവം നമ്മളെ കൊണ്ടൊന്നും വലുതല്ല ചെയ്യിപ്പിക്കുന്നത്, വലുതല്ല ആവശ്യപ്പെടുന്നത്. അവന്റെ കൽപ്പനകളെല്ലാം ലളിതമാണ്. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5-ാം അധ്യായം 3-ാം വാക്യം ഇങ്ങനെയാണ്: അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളതല്ല, വൈകാം. 1 യോഹന്നാൻ. അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല. അത് വായിച്ചു കേട്ടത് കേട്ടോ. അവന്റെ കൽപ്പനകൾ ഒന്നും ഭാരമുള്ളവയല്ല. ഇപ്പൊ മാനസാന്തരപ്പെടുക, രക്ഷിക്കപ്പെടുക, എന്തോ ഭാരം. നമ്മൾ ഇരിക്കുന്നതിലിപ്പോ ഞാൻ പാപിയാണെന്ന് വിശ്വസിച്ച് സമ്മതിച്ച് യേശു എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിച്ച് ആ യേശുവിനോട് പാപം ഏറ്റു പറഞ്ഞപ്പോൾ അവൻ നമ്മുടെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു. നാം രക്ഷിക്കപ്പെട്ടു. മഴയൊട്ടിയില്ല, പണം ചെലവാക്കിയില്ല. അവന്റെ കൽപ്പനകൾ ഭാരമുള്ളത്. സ്നാനപ്പെട്ടു നമ്മൾ, അതിനകത്തോ ഭാരം. വെള്ളത്തിൽ പോയി ഇറങ്ങി നമ്മൾ ആരപ്പെട്ടു. പിന്നെ അടി കിട്ടി, എന്നെ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വിട്ടു. അതൊക്കെ സൈഡിൽ ഉണ്ടെങ്കിൽ ഇതിനകത്തോ ഭാരമുണ്ട്. ഇന്ന് കാണപ്പെടാൻ ഭാരം ഒന്നല്ല, 10 കാണപ്പെടാൻ നമ്മള് ഇതിനകത്തോ ഭാരം. വേർപെട്ട് കർത്താവിനെ ആരാധിക്കുക, എന്തോ ഭാരം. വിശുദ്ധ ജീവിതം നയിക്കുക, ഇതിനകത്തോ ഭാരമുണ്ട്. ദൈവത്തിന്റെ കൽപ്പനകൾ ഒന്നും ഭാരമുള്ള കൽപ്പനയെ നമ്മളെ വെറുതെ പഠിപ്പിച്ച് കാണിക്കും. അയ്യോ സ്ഥാനപ്പെട്ടാൽ വലിയ പ്രശ്നമാണ്. കർത്താവ് നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടതകൾ ഓർക്കുമ്പോൾ അവന് വേണ്ടി നാം ഞാനും നിങ്ങളും എന്ത് സഹിച്ചാലും അത് അധികപ്പറ്റാവില്ല. അതൊന്നും അധികപ്പറ്റാവില്ല. മനോഹരമായി ഓൾപ്പിച്ച പക്ഷെ നിങ്ങളുടെ വീട്ടിലും കാണും. ഒരു ക്രൂശിന്റെ പടമുള്ള ഒരു ഓൾപ്പിച്ച ഒരു വലിയ പടമാണ്. ഈ ക്രൂശേ ഉള്ളൂ, അതിൻ്റെ അകത്ത് യേശുവിന്റെ ശരീരമൊന്നുമില്ല. അതിന് മുമ്പിൽ ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ മുട്ടുകുത്തിയിരിക്കുന്ന ഒരു മനോഹരമായി ഓൾപ്പിച്ചത്. അതിൽ എഴുത്തിങ്ങനെ ഈ മുട്ടുകുത്തിയിരിക്കുന്ന കുട്ടി ക്രൂശിനോട് ചോദിക്കുന്ന ചോദ്യമായിട്ട് ആദ്യം എഴുതിയിരിക്കുന്നത്: I asked him, how much you love me? ഞാൻ അവനോട് ചോദിച്ചു, നീ എന്നെ എത്രമാത്രം സ്നേഹിച്ചു. ഇനി ആ ചോദ്യത്തിന് ക്രൂശ് കൊടുക്കുന്ന മറുപടിയാണ് അടുത്തെത്തിയിരിക്കുന്നത്. He stretched out his hands and said, this much. Then he died. അവൻ കൈ വിരിച്ച് കാണിച്ചിട്ട് പറഞ്ഞു, ഇത്രയ്ക്ക് സ്നേഹിച്ചു. Then he died. ക്രൂശ് കുട്ടിയൊക്കെ വിടാം. ഈ ഇതിൽ എത്ര ആശയവത്വം. കർത്താവ് നമ്മളെ സ്നേഹിച്ച സ്നേഹത്തിന്റെ ആഴം കാണണമെങ്കിൽ കയ്യിലെ ആണിപ്പഴുത് കണ്ടാവും. അവൻ നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടം.
വിശുദ്ധഭുജമായ ഓമനപ്പുത്തൻ ക്രൂശിൽ നഗ്നമായത് അത് ഓർക്കുമ്പോൾ കർത്താവിന് വേണ്ടി ഞാൻ നിങ്ങളെ സഹിക്കുന്ന നിന്ദകൾ, അപമാനങ്ങൾ ഒന്നും അധികം പറ്റില്ല. മോശ കൈ നീട്ടി, ദൈവം കാറ്റടിപ്പിച്ചു, ചെങ്കടൽ വിളിക്കപ്പെട്ടു. ചെങ്കടൽ വിളിക്കപ്പെട്ടതിനെ പറ്റിയുള്ള മൂന്നാമത്തെ പരാമർശം ആത്മാവിലായ ദാവീദ് എഴുതിയത് 104 സങ്കീർത്തനം 9 വാക്യം. ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് 106 സങ്കീർത്തനം 9 വാക്യം. 106 സങ്കീർത്തനം 9 വാക്യം. അവൻ ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടി നടത്തി. ഇത് ദാവീദ് ആത്മാവിലായപ്പോൾ കണ്ടെഴുതിയത്. ദാവീദ് ആത്മാവിലായപ്പോൾ മോശ വഴിതിട്ടതോ ദൈവം കാറ്റടിപ്പിക്കുന്നതോ അല്ല കാണുന്നത്. വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ചെങ്കടലിന്റെ തീരത്ത് വന്നിരിക്കുക. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തെ വാഗ്ദത്തത്തിലേക്ക് കടത്തത്തില്ലെന്ന് പറഞ്ഞ തിരമാലി അടിച്ച ചെങ്കടൽ നിൽക്കുമ്പോൾ ആത്മാവിൽ ദാവീദ് ഒരു കാഴ്ച കാണുന്നു. ദൈവം ചെങ്കടലിട്ട് ശാസന ശാസിച്ചു. ദൈവത്തിന്റെ ശാസനയിൽ ചെങ്കടൽ ഉണങ്ങിപ്പോയെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ നന്മയ്ക്കെതിരായി, വാഗ്ദത്തത്തിനെതിരായി ചെങ്കടൽ സമാനമായ വസ്ത്രങ്ങൾ ദൂതൻ ഉയർത്തിവിട്ടാലും ഇന്ന് രാത്രി ശാസിക്കുന്ന ദൈവം ശാസിക്കുന്ന പല കാര്യങ്ങൾ സങ്കീർത്തനത്തിൽ നിന്ന് മാത്രം 2 കാര്യം ചൂണ്ടിക്കാണിക്കുക. ദൈവം എന്തിനെയൊക്കെ ശാസിക്കും. 68 സങ്കീർത്തനം 15 വാക്യം. 68 സങ്കീർത്തനം. ബാശാൻ പർവ്വതം ദൈവത്തിന്റെ പർവ്വതമാകുന്നു. അതിന്റെ 30 വാക്യം. സങ്കീർത്തനം 30 വാക്യം. ഞാങ്ങണയുടെ ദുഷ്ടജന്തുവിനെയും ജാതികൾ വെള്ളിവാളങ്ങളോടുകൂടി വന്ന് കീഴടങ്ങും വരെ അവരുടെ കാളക്കൂട്ടത്തെയും പശുക്കിടാങ്ങളെയും ശാസിക്കണം. ദൈവത്തിനെ ശാസിക്കും. ജാതികളുടെ കാളക്കൂട്ടങ്ങളെ ശാസിക്കും. ജാതീയ ശക്തികൾ കൊമ്പുകുലുക്കി രക്തം ചൊരിപ്പിക്കത്തക്കവണ്ണം നമുക്കെതിരായി ആക്രോശിച്ച് കടന്നു വന്ന സ്ഥാനത്ത് ജാതികളുടെ കാളക്കൂട്ടങ്ങളെ ദൈവം ശാസിച്ചതാണ്. ഈ രാജ്യത്ത് ഈ നിലയിൽ നിലനിൽക്കുവാൻ ദൈവജനത്തിന്റെ സംഗതിയാകുന്നത്. ജാതികളുടെ കാളകളെ ദൈവം ശാസിക്കും. ദൈവം ശാസിക്കുന്ന മറ്റൊരു കാര്യം 18 സങ്കീർത്തനം 15 വാക്യം. 18 സങ്കീർത്തനം 15 വാക്യം. യഹോവേ, നിന്റെ വത്സരത്താലും നിന്റെ മൂക്കിലെ ശ്വാസത്തിന്റെ ഊതിനാലും നീർത്തോടുകൾ കാണായി വന്നു. ദൈവം ശാസിച്ചപ്പോ നീർത്തോട് വെളിപ്പെട്ടെങ്കിൽ ദൈവം ശാസിച്ചത് വരൾച്ചകളെ ശാസിച്ചു. വരൾച്ചകളെ ദൈവം ശാസിച്ചപ്പോൾ നീർത്തോട് വെളിപ്പെട്ടു. ദൈവം തന്റെ ജനത്തിന്റെ വരൾച്ചകളെ ശാസിക്കും. ഈ അന്യനാട്ടിലാണ് വന്നതെങ്കിലും ഈ നാടിന്റെ നന്മ അനുഭവിപ്പാൻ കഴിയാതെ വണ്ണം ന്യായമായ നന്മകളും അനുഗ്രഹങ്ങളും ഉദവികളും തലമുറയ്ക്ക് കൊടുക്കാതെ വണ്ണം തടഞ്ഞു നിർത്തി വരൾച്ചകളാക്കുന്ന ദേശശക്തികളുടെ വരൾച്ചകളെ ശാസിക്കുന്നവരാണ് സ്വർഗത്തിലെ ദൈവം. ദൈവം വരൾച്ചകളെ ശാസിക്കും. അബ്രഹാം ഹാഗാരിന് കൊടുത്ത ഒരു തുരുത്തി വെള്ളം ഹാഗാരിനും കുഞ്ഞിനും വേണ്ടി കൊടുത്തു. മരുഭൂമി താണ്ടി കടക്കുവാൻ അബ്രഹാമിന്റെ ഒരു തുരുത്തി വെള്ളം കൊണ്ട് കഴിയത്തി. ഈ തുരുത്തി
പൈതൽ കൊടുത്തു. ആ പൈതൽ പിന്നത്തേതിൽ വില്ലാളിയാണ്. അബ്രഹാമിന്റെ ഒരു തുരുത്തി വെള്ളം മരുഭൂമി ഇവർക്ക് തികയത്തില്ല. ദൈവം തുറന്ന ഉറവ വറ്റാത്ത ഉറവയായി ഇന്നും അത് അവിടെ ഉണ്ടെന്ന ഈ ലോകം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്ത് കരുതിയാണ്? അത് അബ്രഹാമിന്റെ ഒരു തുരുത്തി വെള്ളത്തിന് സമാനമാണ്. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന ഉറവകൾ ഒരിക്കലും വറ്റാത്ത. ദൈവം വരൾച്ചകളെ ശാസിച്ചപ്പോൾ ചെങ്കടൽ വിഭജിക്കപ്പെട്ടത് ഒന്ന്. മോശ വഴി നീട്ടി ചെങ്കടൽ വിഭജിക്കപ്പെട്ടു. ചെങ്കടൽ വിഭജിക്കപ്പെട്ടത് രണ്ട്. മോശ കൈ നീട്ടി ദൈവം കിഴക്കൻ കാറ്റടിപ്പിച്ചു. ചെങ്കടൽ വിഭജിക്കപ്പെട്ടു. ചെങ്കടൽ വിഭജിക്കപ്പെടുന്നത് മൂന്ന്. ദാവീദ് ആത്മാവിൽ കണ്ട് എഴുതി ദൈവം ചെങ്കടലിനെ ശാസിച്ചു. ചെങ്കടൽ വിഭജിക്കപ്പെട്ടു. ഇനി നാല്. ആസാഫ് ആത്മാവിലായപ്പോൾ കണ്ടെഴുതിയത് ദൈവത്തിന്റെ ശക്തി പ്രകടനമാണ് ചെങ്കടലിൽ. 74-ാം സങ്കീർത്തനം 13-ാം വാക്യം. 74-ാം സങ്കീർത്തനം 13-ാം വാക്യം. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു. ഇത് ആസാഫ് എഴുതിയതാണ്. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭജിച്ചു. ആസാഫ് ആത്മാവിൽ കായപ്പോ കണ്ട കാഴ്ച വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ചെങ്കടലിന്റെ തീരത്തേക്ക്. ചെങ്കടൽ ഈ ജലത്തിന്റെ മുമ്പിൽ വഴി മാറത്തില്ലെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോ ആസാഫ് കാണുന്നു സ്വർഗത്തിലെ ദൈവം ഒരു കടലാസ് കഷ്ണം വലിച്ചു കീറുന്ന ലാഘവത്തിൽ ചെങ്കടലിനെ രണ്ടായിട്ട് വലിച്ചു. നിന്റെ ശക്തി കൊണ്ട് നീ ചെങ്കടലിനെ വിഭജിച്ചു. ദൈവജനത്തിന് മുമ്പോട്ടുള്ള ഗമനത്തിന് തടസ്സമായി ദുഷ്ടൻ ചെങ്കടൽ സമാനമായ എന്തെല്ലാം തടസ്സങ്ങൾ വലിച്ചു കിട്ടിയാലോ ഒരു പഴംതുണി വലിച്ചു കീറുന്ന ലാഘവത്തിൽ ആ തടസ്സങ്ങളെ ദൈവം വലിച്ചു കീറുന്നവനാണ്. ദൈവജനത്തിന്റെ നന്മയ്ക്കെതിരായി നിന്റെ തലമുറയുടെ നന്മയ്ക്കെതിരായി അവർക്ക് വെളിപ്പെട്ടു വരേണ്ടതായ ഉയർച്ചയ്ക്കും പദവിക്കും ഉദ്യോഗത്തിനും എതിരായി ദൂതൻ വലിച്ചു കെട്ടിയിരിക്കുന്ന പ്രശ്നങ്ങളെ ഇന്ന് രാത്രി കടലാസ് വലിച്ചു കീറുന്ന ലാഘവത്തെ ദൈവം വലിച്ചു കീറുന്നതാണ്. ദൈവത്തിന്റെ ശക്തി പ്രകടനമാണ് ചെങ്കടലിൽ ആസാഫ്. ചെങ്കടൽ വിധിക്കപ്പെട്ടതിനെ പറ്റി അഞ്ചാമത്തെ പരാമർശം 114-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. 114-ാം സങ്കീർത്തനം 1-2 വാക്യങ്ങൾ. ഇസ്രായേൽ മിസ്രയീമിൽ നിന്നും യാക്കോബിൻ ഗൃഹം അന്യഭാഷയുള്ള ജാതിയുടെ ഇടയിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യഹൂദ അവന്റെ വിശുദ്ധ മന്ദിരവും ഇസ്രായേൽ അവന്റെ ആധിപത്യവുമായി തീർന്നു. സമുദ്രം കണ്ടോടി യോർദാൻ പിൻവാങ്ങിപ്പോയി. വീണ്ടെടുക്കപ്പെട്ട ദൈവജനം, ദൈവത്തിന്റെ ആധിപത്യമുള്ള ജനം, അധികാരം പ്രാപിച്ച ജനം ചെങ്കടൽ തീരത്ത് വന്നപ്പോൾ ആധിപത്യമുള്ള ജനത്തെ കണ്ട ചെങ്കടൽ അത് പേടിച്ചോടിപ്പോയതായി. ദൈവങ്ങളെ ഞാനും നിങ്ങളും അധികാരം പ്രാപിച്ചവരാണ്. നമ്മളെ കണ്ട പിശാചോടും ശത്രുവിനോട് എതിർത്ത് നിന്നാൽ അവർ നിങ്ങളെ ഓടിപ്പോകുന്നതല്ലേ. ആധിപത്യം പ്രാപിച്ച ജനം, അധികാരം പ്രാപിച്ച ജനം ചെങ്കടലിന്റെ തീരത്ത് വന്നപ്പോൾ പ്രശ്നങ്ങൾ പേടിച്ചോടിപ്പോയെങ്കിൽ നമ്മളെ കണ്ട പ്രശ്നങ്ങൾ വഴി മാറിത്ത്. ചെങ്കടൽ വിധിക്കപ്പെട്ടതിനെ പറ്റിയുള്ള അഞ്ചാമത്തെ പരാമർശം, അധികാരം പ്രാപിച്ചവനെ കണ്ടപ്പോൾ ചെങ്കടൽ പേടിച്ചോടി. ഇനി ആറാമത്തെ പരാമർശം, അതാണ് നമ്മൾ ചിന്തിച്ചു വന്നത്. യെശയ്യാപ്രവചനം 51-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ നിന്നാണ് ചിന്ത തുടങ്ങിയത്. യഹോവയുടെ ഭുജമേ, ഉണരുക, ഉണരുക, ശക്തി ധരിച്ചോളുക. പൂർവകാലത്തോ പണ്ടത്തെ തലമുറയിലും എന്ന പോലെ ഉണരുക. രഹബിനെ വെട്ടി
ചെങ്കടലിൽ പാത വെളിപ്പെട്ടു. ചെങ്കടൽ ഇടിക്കപ്പെട്ടതിനെ പറ്റി യെശയ്യാവ് ആത്മാവിലായപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇവിടെ രഹബ് ആരാണെന്ന് കാണണം. രഹബിന് ബൈബിൾ കമന്ററികളിൽ കൊടുത്തിരിക്കുന്ന പേര് മാസ്റ്റർ ഓഫ് ദ സീ, കടലിന്റെ നായകൻ. രഹബ് കടലിന്റെ നായകൻ. ഇവരെങ്ങനെ കടലിന്റെ നായകനാണ്? ഈജിപ്തുകാർ, മിസ്രൈമുകാർ ചെങ്കടലിനെ ആരാധിച്ചു. ദൈവമായി കണ്ട ചെങ്കടലിനെ ആരാധിച്ചു. സാത്താൻ ആരാധന കൊതിയൻ. മനുഷ്യൻ ഏതെങ്കിലും വസ്തുവിനെയോ മൃഗത്തെയോ ഇല്ലെ കടലിനെയോ നദിയെയോ ആരാധിക്കുമ്പോ അതിലൊരു സാത്താന്യ അധിനിവേശം, അവരൊരു ആധിപത്യം സ്ഥാപിക്കും. ഇപ്പൊ ഇന്ത്യയിലെ ഹിന്ദുക്കള് ഗംഗാ നദിയെ ആരാധിക്കും. പുണ്യതീർത്ഥം എന്ന് പറഞ്ഞാൽ അഴിഞ്ഞാതി വെള്ളം കേരളത്തിലെ ഹിന്ദുക്കള് പമ്പാ നദി പുണ്യനദി എന്നൊക്കെ പാട്ട് പാടും. പമ്പാ നദിയുടെ കേരളം നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ 3 വർഷം ഗാന്ധി സ്റ്റേറ്റ് ബാങ്കിൽ അഴിഞ്ഞാതി വെള്ളം ഇരാതെ കുടിച്ചേച്ച പുണ്യനദി എന്നൊക്കെ പറയുന്നു. ഇതുപോലെ മിസ്രൈം ചെങ്കടലിൽ മുഴുവൻ ദൈവമേ ദൈവമേ എന്ന് പറഞ്ഞ് ആരാധിക്കുമ്പോ സാത്താനി ചെങ്കടലിൽ ഒരു ആധിപത്യം സ്ഥാപിച്ചു, സിംഹാസനം. അതിന്റെ പേരാണ് രഹബ്. ചെങ്കടലിൽ സാത്താൻ സ്ഥാപിച്ച ആധിപത്യത്തിന്റെ പേരാണ് രഹബ്. ഈ രഹബിനെ ബൈബിളിൽ പലർത്ത് കാണുന്നുണ്ട്. എവിടെ രഹബുണ്ടോ അവിടെ എല്ലാം സമുദ്രവും. സമുദ്രവുമായി ബന്ധപ്പെട്ട് രഹബ് ബൈബിളിലുണ്ട്. 2 വാക്യം തെളിവ് വായിക്കാം. 89-ാം സങ്കീർത്തനം 9-10 വാക്യങ്ങൾ. 89-ാം സങ്കീർത്തനം 9-10 വാക്യങ്ങൾ. 89-ാം സങ്കീർത്തനം. നീ സമുദ്രത്തിന്റെ ഗർഭത്തെ അടക്കി വാഴുന്നു. നീ സമുദ്രത്തിന്റെ ഗർഭത്തെ അടക്കി വാഴുന്നു. അതിലെ തിരകൾ പോകുമ്പോൾ നീ അവയെ അമർത്തുന്നു. നീ രഹബിനെ ഒരു ഹതനെ പോലെ തകർക്കുന്നു. മതി. സമുദ്രത്തിന്റെ ഗർഭത്തെ അടക്കി എന്ന് പറഞ്ഞാൽ അടുത്തെഴുതിയിരിക്കുന്നു അടക്കാൻ കാരണം രഹബിനെ ഒരു ഹതനെ പോലെ തകർത്തപ്പോൾ സമുദ്രവുമായി ബന്ധപ്പെട്ട രഹബ് കിടക്കുന്നു. മറ്റൊരു വാക്യം എന്തെടുക്കും? ഇയ്യോബിന്റെ പുസ്തകം 26-ാം അധ്യായം 12-ാം വാക്യം. ഇയ്യോബിന്റെ പുസ്തകം 26-ാം അധ്യായം 12-ാം വാക്യം. അവൻ തന്റെ ശക്തി കൊണ്ട് സമുദ്രത്തെ ഇളക്കുന്നു. സമുദ്രത്തെ ഇളക്കുന്നു. തന്റെ വിവേകം കൊണ്ട് രഹബിനെ തകർക്കുന്നു. അവിടെ രഹബിനെ കണ്ടത് സമുദ്രവുമായി ബന്ധപ്പെട്ട രഹബ് കടലിന്റെ നായകൻ. യെശയ്യാവ് പ്രവാചകൻ ആത്മാവിലായപ്പോൾ കാണുന്ന കാഴ്ച, വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ചെങ്കടലിന്റെ തീരത്ത് വന്നിരിക്കുക. അപ്പോൾ ഇവൻ കാണുന്ന കാഴ്ച, ചെങ്കടലിന്റെ നായകൻ രഹബ് ഫണം ഉയർത്തി ചെങ്കടലിന് മുമ്പിൽ ഉദഞ്ഞു തുള്ളിക്കൊണ്ട് പറയുന്നു, ഇതെന്റെ അവകാശദേശം. എന്റെ അവകാശത്തിൽ കൂടി ഈ ജനത്തെ ഞാൻ കടത്തി വിടുകയും അവകാശം പറഞ്ഞ ഉദഞ്ഞു തുള്ളി നിൽക്കുന്ന രഹബിനെ പ്രവാചകൻ കാണുന്ന കാഴ്ച, യഹോവയുടെ ഭുജം ഉണർന്നു ഈ രഹബിനെ വെട്ടി മഹാസർപ്പത്തെ കുത്തി. രഹബ് ലോക്കൽ ശക്തിയാണ്. ചെങ്കടലിൽ മാത്രം ആധിപത്യം ഇട്ടിരിക്കുന്ന ശക്തിയാണ് രഹബ്. മഹാസർപ്പം ആഗോള ശക്തി. നമ്മുടെ നേരത്തെ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 1-2 വാക്യം ഇവിടെ വായിച്ചു. അവൻ പിശാചും സാത്താനും എന്ന പഴയ പാമ്പായ മഹാസർപ്പത്തെ. അപ്പോൾ മഹാസർപ്പം ആരാ? പിശാച്, സാത്താൻ, പഴയ പാമ്പ്. കാൽവരിൽ യേശു കർത്താവ് മഹാസർപ്പത്തെ കുത്തി. ചെങ്കടലിൽ വ്യാപരിച്ചു നിന്ന രഹബ് എന്ന ലോക്കൽ ശക്തിയെ ദൈവം വെട്ടി. ദൈവം വെട്ടേണ്ടതിനെ വെട്ടു, കുത്തേണ്ടതിനെ കുത്തു. ഇന്ന് രാത്രി ആത്മമണ്ഡലത്തിൽ യുദ്ധം നടക്കുന്നത് ആത്മാവിൽ
ഇന്ന് ഞങ്ങൾ മറ്റൊരു പ്രതിസന്ധിയില്ല. ഇന്നത്തെ പ്രതിസന്ധി ബാബിലോണിന്റെ ആക്രമണങ്ങൾ. ഇന്നത്തെ പ്രതിസന്ധി ബാബേൽ പ്രവാസമാണ്. മോശയുടെ കാലത്ത് യഹോവയുടെ ഭുജം ഉണർന്നപ്പോൾ പ്രശ്നപരിഹാരം കൊടുത്ത് ഇന്നത്തെ പ്രതിസന്ധി ഈ ഭുജമൊന്നുമില്ല. ഇതാണ് യെശയ്യാവിന്റെ പ്രാർത്ഥന.